ഈ വിഷയം വന്നപ്പോൾ ജിന്ന്, പിശാച്ച്, റുഖിയ ശർഇയ്യ എന്ന പേരിൽ ഔദ്യോഗിക മുജാഹിദ് വിഭാഗം അവരുടെ ജംഇയ്യത്തുൽ ഉലമായിലെ പണ്ഡിതന്മാർ മുഴുവൻ ഒത്തുചേർന്നുകൊണ്ട് അനേകം സിറ്റിങ്ങുകളും അനേകം ചർച്ചകളും അനേകം പ്രബന്ധങ്ങളും ആ പ്രബന്ധങ്ങളെ അധികരിച്ചുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം മുജാഹിദ് വിഭാഗത്തെ പഠിപ്പിക്കാൻ, മുജാഹിദ് കുഞ്ഞാടുകളെ പഠിപ്പിക്കാൻ വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് ജിന്ന്, പിശാച്ച്, റുഖിയ ശർഇയ്യ. മുജാഹിദ് വിഭാഗം പണ്ട് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കിക്കണോ? ഇല്ല. ജിന്നും പിശാച്ചും അവരുടെ പ്രസംഗങ്ങളിൽ ചർച്ചയാകാറുണ്ടോ? ഇല്ല. നിഷേധിക്കാൻ വേണ്ടിയാണ് ചർച്ചയാകാറുള്ളത്. ജിന്ന് കേറി, ജിന്ന് ബാധിച്ചു, ജിന്ന് ഇളകി എന്നൊക്കെ പറഞ്ഞാൽ അത് അന്ധവിശ്വാസം, അടിസ്ഥാനരഹിതമായ വിശ്വാസം, ഇല്ലാത്ത കഥകൾ, സാധാരണ മന്ത്രക്കാരും തങ്ങന്മാരും മുസ്ലിംമാരും ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപാധിയാക്കുന്ന കള്ളക്കഥകൾ എന്ന നിലയിൽ ഒന്നിച്ച് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വഹാബികൾ ഇപ്പോ ഔദ്യോഗിക വിഭാഗമായി KNMന്റെ പേരിൽ തന്നെ പ്രസാധകർ, കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്ട്രേഡ് സംഘടന, കേരള ജംഇയ്യത്തുൽ ഉലമ. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഐക്യസംഘത്തിന്റെ ഏതാണ്ട് പ്രായമുള്ള ഐക്യസംഘം തന്നെ തൊട്ടടുത്ത് രൂപീകരിച്ച അവരുടെ മൗലവിമാരുടെ സംഘമാണ്. ഈ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ ജിന്ന്, പിശാച്ച്, റുഖിയ ശർഇയ്യ എന്നത് യഥാർത്ഥത്തിൽ അവർ അവരുടെ അനുയായികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതാണെങ്കിലും അനുയായികളുടെ കയ്യിൽ ഇതില്ല. അനുയായികളുടെ കയ്യിൽ ഇതങ്ങനെ വരൂല്ല. അവരധികവും വായിച്ചോളണമെന്നില്ല. സാധാരണക്കാരും അതത്ര വായിച്ചോളണമെന്നില്ല. കേൾക്കുന്നതൊക്കെയും പ്രസംഗങ്ങളാണ്. എന്തിനാണ് ഇയാളെ പുറത്താക്കിയത്? ഒരു ലൈഫായ ഹദീസ്. ഒരു ലൈഫായ ഹദീസിനാണ് ഇയാള് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കലഹമുണ്ടാക്കുന്നത്. ഒരു ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ വഹാബി ഭാഷയിൽ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഹദീസ് എന്ന ഓല ഭാഷ. ലൈഫ് എന്നതിന്റെ നിർവചനം അവർക്ക് അറിഞ്ഞൂടാ. ലൈഫായ ഹദീസ് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്നും അവർക്ക് പറയാൻ അറിഞ്ഞോളണമെന്നില്ല. ലൈഫായ ഹദീസ് എന്ന് വെച്ചാൽ ഒരു സാധാരണ മുജാഹിദിനെ വിളിച്ചു വെച്ച് നോക്കി വിശ്വസിക്കാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല, കള്ളക്കഥ. ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ പറയും മൗദൂആയ ഹദീസ്. എന്താ മൗദൂആയ ഹദീസ്? വ്യാജ നിർമ്മിത ഹദീസ്, കള്ളക്കഥ, വലിച്ചെറിയേണ്ട ഹദീസ്. അപ്പൊ വലിച്ചെറിയേണ്ട ഹദീസ് എന്ന് മുജാഹിദ് കുഞ്ഞാടുകൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള, സമൂഹത്തെ മൊത്തമായി അങ്ങനെ ധരിപ്പിച്ചു വെച്ചിട്ടുള്ള ഈ ലൈഫായ ഹദീസിനെ എന്തിനാണ് ഒരാൾ അധികരിച്ചു പൊക്കിപ്പിടിച്ചിട്ട് അദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ച 3 ദശകക്കാലം പ്രവർത്തിച്ച 30 വർഷക്കാലം പ്രവർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? എന്താണ് ഈ ലൈഫായ ഹദീസിലെ വിഷയം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അയാൾക്ക് ഇത്ര വാശി എന്ന് പൊതുജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ചിന്തിക്കുന്നവർക്ക് നടക്കുന്നിടത്തൊന്നും മറുപടി കിട്ടൂല. അവർ സംഘടനാപരമായി ഒരു കൂട്ടം ആളുകൾ അസൂയാണ് എന്നെ പുറത്താക്കിയത്, ഒരു കൂട്ടം ആളുകൾക്ക് ഞാൻ വളരുന്നതിലുള്ള പ്രയാസമാണ് എന്ന് ഒരാൾ പറയും, മറ്റേയാൾ പറയും സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുക, നവയാഥാസ്ഥികത്വം പ്രചരിപ്പിക്കുക, പഴയ കാലത്തുള്ള യാഥാസ്ഥികത്വം മുജാഹിദ് ലേബലിൽ പ്രസിദ്ധീകരിക്കുക, പ്രസംഗിക്കുക, സമ്മതിക്കൂല, അതുകൊണ്ട് പുറത്താക്കിയതൊരു കൂട്ടരും. യഥാർത്ഥത്തിൽ എന്താണ് ഇത് വിഷയം? സാധാരണക്കാരായ സുന്നി വിഭാഗത്തിന് ഇപ്പൊ ഇതൊന്നും വല്ലാതെ കേൾക്കൂലല്ലോ. മുജാഹിദിന്റെ 2 വിഭാഗം ഉണ്ടാക്കിയാലും 3 വിഭാഗം ഉണ്ടാക്കിയാലും 100 വിഭാഗം ഉണ്ടാക്കിയാലും അതൊക്കെ ഓടിപ്പോകുന്നത് കുറച്ചു കൂട്ടർ അവരുടെ കുഞ്ഞാടുകളാണ്. സാധാരണക്കാരുടെ ഒന്നും ഒത്തൂല. ഇപ്പൊ സാധാരണക്കാരെ ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പൊ അവരെവിടേക്ക് എത്തി? യഥാർത്ഥത്തിൽ വസ്തുത എന്ത് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങൾ സഹിതം, അതിന്റെ നിലപാട് സഹിതം, വിശദീകരണ സഹിതം സാധാരണ ജനങ്ങളെ തെറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഈ സതുദ്ദേശം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വഹാബി വിഭാഗത്തിന്റെ സംഘടനാപരമായ ബഹിഷ്കരണത്തിലോ സസ്പെൻഡിലോ ഒന്നും നമ്മളാരും പ്രവേശിക്കേണ്ടതില്ല. ആശയം എന്താകട്ടെ, ഒരു സംഘടനാപരമായ നയത്തിനെതിരെ ഒരു പ്രവർത്തകൻ ഇറങ്ങിയാൽ ഒരു സംഘടനക്ക് അയാളെ പുറത്താക്കാലോ. നമ്മുടെ സംഘടനയ്ക്ക് നിങ്ങളെ പ്രസംഗം വിഘാതമാകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്ത് എന്ന് പറയാൻ ഒരു സംഘടനയ്ക്ക്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അധികാരമുണ്ട്. അയാൾ എന്തു പറയുന്നു എന്ന് നോക്കേണ്ട. നിങ്ങളുടെ ചലനം ഞങ്ങളുടെ സംഘത്തിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്ത്. ഇതല്ല ഇവിടെ വിഷയം. ജിന്ന് പിശാച്ചുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു ലൈഫായ ഹദീസിനെ അധികരിച്ചുകൊണ്ട് ഒരാൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. അയാളെ മുജാഹിദിന്റെ കുഞ്ഞാടുകൾ, അനുയായികൾ പ്രോത്സാഹിപ്പിക്കുന്നു. അയാൾക്ക് സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നു, അയാൾക്ക് വേദി ഒരുക്കി കൊടുക്കുന്നു. ഒക്കെ മുജാഹിദുകളാണല്ലോ.
ചലനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ നമ്മുടെ സംഘടനയ്ക്ക്, ഇത് മാറ്റേണ്ടതല്ലേ എന്ന് നടന്ന് കരയുകയാണ് മുജാഹിദ് ബുദ്ധ നേതാക്കൾ. അവരങ്ങനെ കരയണം, അവരവിടേക്ക് എത്തണം. കാരണം ഈ വിഷയവുമായി അവർ ഇവിടത്തെ ജനങ്ങളെ ധരിപ്പിച്ചതും പ്രചരിപ്പിച്ചതും അത്ര വലിയ പോഷ്കാണ്, അത്ര വലിയ തെറ്റാണ്, അത്ര വലിയ അപരാധമാണ്. സ്വന്തം നേതാക്കളുടെ നെഞ്ചത്താണ് ഇപ്പോൾ ഇവർ ഈ ജിന്ന് വിവാദത്തിന്റെ പേരിൽ കത്തിയിറക്കുന്നത്, കുത്തി തുറക്കുന്നത് എന്ന വസ്തുത യഥാർത്ഥത്തിൽ ഇന്നും സാധാരണ കുഞ്ഞാടുകൾക്കോ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികൾക്കോ തിരിഞ്ഞിട്ടില്ല. ഇവര് പറയൂ, ജിന്നിളകി, ജിന്ന് ബാധിച്ചു, അവർ മന്ത്രിച്ചു, അടിച്ചു. അടിചികിത്സ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേലുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനം ആരുടെ പ്രസ്ഥാനമാണ്? വഹാബിസം ആരുടെ സന്തതിയാണ്? വഹാബിസത്തിന്റെ സ്രോതസ് എവിടെയാണ്? വഹാബിസത്തിന്റെ ആചാര്യൻ ആരാണ്? ഇത് വാസ്തവത്തിൽ മറന്നുകൊണ്ടാണ് ഈ സംസാരം. വഹാബിസത്തിന്റെ ആശയ സ്രോതസ് ഡമാസ്കസുകാരനായ ഇബ്നു തൈമിയ്യ എന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദ് പ്രസംഗം കേട്ട, പുസ്തകം വായിച്ച, മാസിക വായിച്ച ആർക്കും ഇമാം ഇബ്നു തൈമിയ്യ, തൈമിയ്യ എന്ന് ഞാൻ പറയുന്നതാണ്, ഇമാം ഇബ്നു തൈമിയ്യ എന്ന് അവർ ഉപയോഗിക്കാറ്. ഇമാം ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹു റഹ്മഹുല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ വിശേഷിപ്പിക്കാത്ത ഇബ്നു തൈമിയ്യ ഇസ്ലാമിന്റേതായ അടിസ്ഥാന വിവരങ്ങൾ പറയുമ്പോ അവർ ആദ്യം ചെന്നെത്തി അടിസ്ഥാനപരമായി പറയുക ഇബ്നു തൈമിയ്യന്റെ അവിടുന്ന് കേട്ട. ഇബ്നു തൈമിയ്യ നമ്മൾ എപ്പോഴും പറയും ഹിജറ 8-ാം നൂറ്റാണ്ടിൽ അതുവരെ കഴിഞ്ഞ മുസ്ലിം ലോകത്തെ ഇമാമികളും പണ്ഡിതന്മാരും ഗ്രന്ഥകർത്താക്കളും മുഹദ്ദിഥീങ്ങളും മുസന്നിഫീങ്ങളുമെല്ലാം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ശിർക്കിലൂടെയാണ് സഞ്ചരിച്ചത് എന്ന് മുസ്ലിം സമൂഹത്തിന്റെ മേൽ ശിർക്ക് യഥാർത്ഥത്തിൽ ആദ്യമായി വഹാബി പ്രസ്ഥാനത്തിന്റെ ആചാര്യനായി അറിയപ്പെടുന്ന ഇബ്നു തൈമിയ്യയാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ വ്യക്തമായി ശിർക്ക് ആരോപിച്ചിരുന്നില്ല. മുഅ്തസിലത്തും തൗഹീദ് എന്ന വിഷയം ചർച്ച ചെയ്തിരുന്നു. തൗഹീദിന്റെ അപ്പുറത്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകളെന്ന് ആരോപിച്ചിരുന്നു. പക്ഷെ തൗഹീദിന്റെ അപ്പുറത്ത് എന്ന് പറയുന്നതിനൊപ്പം ശിർക്ക് 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 എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കളെയോ സമൂഹത്തെയോ മൊത്തം ശിർക്കിൽ ആരോപിക്കുകയും ശിർക്ക് ആരോപിച്ചുകൊണ്ട് മുദ്രകുത്തുകയും ചെയ്യുന്ന ഇടപാട് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ഹിജറ 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഇബ്നു തൈമിയ്യയാണ് ജിന്ന് എന്നറിയുന്ന ഇപ്പോഴത്തെ വിവാദത്തിന്റെയും യഥാർത്ഥത്തിലുള്ള കള്ളി. ആ കള്ളിയുടെ വിശദീകരണങ്ങൾ ഇപ്പം വായിക്കാനേ ഇവരിപ്പോ പുറത്താക്കിയെന്ന് പറഞ്ഞ ആൾക്ക് യോഗമുണ്ടായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. സക്കരിയ സ്വലാഹി പോലുള്ള ആളുകൾക്ക്. ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും നാമോ പേരോ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. ഇപ്പൊ ചർച്ച ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ നേതാക്കന്മാര് ജിന്ന് പിശാച്ച് സംബന്ധിച്ച് സംസാരിച്ചിരുന്നത് എന്താണ്, എടുത്തിരുന്ന നിലപാടെന്താണ്, ജിന്നുബാധ പിശാച്ചുബാധ എന്നത് സംബന്ധിച്ച തങ്ങളുടെ ആചാര്യന്മാരുടെ നയം എന്താണ് എന്ന് ഇപ്പൊ കുറച്ച് അടുത്ത കാലത്തായിട്ടേ വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അറബ് നാട്ടിലുള്ള സെലഫികൾ എന്ന് അവകാശപ്പെടുന്ന വഹാബികൾക്ക് ഇപ്പോഴും മന്ത്രണ്ട്. ജിന്നുബാധക്കെതിരെ മന്ത്രണ്ട്, പിശാച്ചുബാധക്കെതിരെ ചികിത്സയുണ്ട്. ഇവിടെ ചിലർ നടത്തി എന്ന് പറയുന്ന അടിചികിത്സയുമുണ്ട്. ഇപ്പൊ പറയുന്ന അടിചികിത്സക്ക് യാതൊരു സ്ഥാനമല്ല, അടിസ്ഥാനരഹിതമാണത്. ഒരാളും പണ്ടത് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ ഇറക്കുന്നത്. നോക്കി, ജിന്നി പിശാച്ച് റുഖിയ ശറയ്യ കള്ളക്കളി ധാരാളം നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇത് സാധാരണക്കാർ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒന്ന് ആലോചിച്ചു നോക്കി, എന്താണ് ഈ ജിന്നി പിശാച്ച് എന്ന് പറയുന്നത്? നമുക്കൊക്കെ അറിയാലോ, ഭൂമി ലോകത്ത് ബുദ്ധിയുള്ള 2 വർഗമാണ്. ഭൂമി ലോകത്ത് ബുദ്ധിയുള്ള 2 വർഗം. മതത്തിന്റെ ശാസനകളും നിയമങ്ങളും അല്ലാഹു തആല നൽകിയിരിക്കുന്ന 2 വർഗം. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റസൂലായി അയച്ചുകൊണ്ട് ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ച് സ്വർഗവും നരകവും കൊണ്ട് സുവിശേഷവും താക്കീതും നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഭൂമി മണ്ണിലുള്ള ബുദ്ധിയുള്ള 2 വർഗമാണ്. ഒന്ന് ജിന്നും ഒന്ന് ഇൻസും. പക്ഷെ ജിന്ന് എന്ന് കേൾക്കുമ്പോഴേക്ക് വഹാബി കുഞ്ഞാടുകൾ എന്താ പറയാ, കറണ്ട് വന്നപ്പോ പോയി, വൈദ്യുതി വന്നപ്പോ ജിന്നൊക്കെ പോയി, പണ്ട് എത്ര ജിന്ന, കറണ്ട് വന്നപ്പോ ജിന്നൊക്കെ പോയി. ഇങ്ങനെ സാധാരണക്കാര് പറയാ. ജിന്നിന്റെ സോക്കേട് എന്ന് പറഞ്ഞാൽ അപ്പൊ അന്ധവിശ്വാസം. ജിന്നിന്റെ സോക്കേടോ, ജിന്നിളക, ജിന്ന് കൂടി, ജിന്ന് ബാധിച്ചു എന്ന് പറഞ്ഞാലോ മഹാകള്ളം, അന്ധവിശ്വാസം, പെട്ടെന്ന് വിധി എഴുതും. ഈ ജിന്ന് ഇങ്ങനെയൊന്നും ബാധിക്കാൻ കഴിയില്ല എന്നാണ് സാധാരണക്കാരായ മുജാഹിദുകൾ മുഴുവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആരാണിത് ധരിപ്പിച്ചത്?
ജിന്നിന്റെയും പിശാചിന്റെയും യഥാർത്ഥത്തിലുള്ള നിലപാടുകളും യഥാർത്ഥത്തിൽ അവർക്കുള്ള ശക്തിയും അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ അവർക്കുള്ള രീതിയും എന്തുകൊണ്ട് മുജാഹിദുകൾ ഇന്നുവരെ വിഷയമാക്കിയില്ല? അവർ ചർച്ച ചെയ്തില്ല. കുഞ്ഞാടുകളെ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ വളരെ പെട്ടെന്ന് ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകാൻ കാരണം? പണ്ടേ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം വിഷയം വരുമ്പോ ആളുകൾക്ക് തിരിയല്ലോ. ഇപ്പൊ അവരീത്ത ആളുകൾ നെട്ടോട്ടോടുക. എന്താ പോടെ നടക്കണ്? ജിന്നും പിശാച്ചു ഇറങ്ങിയോ, ജിന്നും പിശാച്ചു ഇറങ്ങിയോ, ജിന്നും പിശാച്ചു ഇറങ്ങിയോ, ദാപത്തിലാണ്ട് ഇറങ്ങിയോ, ദജ്ജാൽ ഇറങ്ങിയോ എന്ന് പറഞ്ഞ് എടുക്കുക ഒരു കൂട്ടര്. ഖിയാമത്ത് നാളിന്റെ അടയാളോ ദാപത്തിലാണ്ട് വന്നോ, ദജ്ജാല് വന്നോ, യജൂജ് മജൂജ് വന്നോ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ നടക്കുമ്പോ നമ്മളെ മുമ്പ് അള്ളാഹു താല പടച്ച ജിന്ന് എന്നുള്ള വർഗം ഉണ്ടോ? എന്താ ഈ വന്നതെന്ന് ആലോചിച്ചിട്ടാ ഇപ്പത്തെ ആളുകൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഭൂമി മണ്ണിലുള്ള മനുഷ്യരെ പോലത്തെ മനുഷ്യരുടെയും മുമ്പ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ള ബുദ്ധിയുള്ള വർഗമാണ് ജിന്ന്. ഈ ജിന്നിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലാണ്. നബി ജിന്നിലേക്ക് റസൂൽ അല്ല എന്നോ റസൂലാണെന്ന സത്യം നിരാകരിച്ചുകൊണ്ടോ ഒരാൾ നിന്നാൽ അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, കാഫിറാണ്. അപ്പൊ നമ്മെ പോലെ സത്യാശയം പഠിപ്പിക്കേണ്ടവരും സംസ്കരിക്കപ്പെടേണ്ടവരും പ്രബോധനം ചെയ്യപ്പെടേണ്ടവരും ശുദ്ധീകരിക്കപ്പെടേണ്ടവരും സ്വർഗവും നരകവും താക്കീതും സുവിശേഷവും അറിയിക്കപ്പെടേണ്ടവരുമാകുന്നു ജിന്നുകൾ എന്ന് അള്ളാഹു തീരുമാനിച്ച ഒരു വർഗമാകുമ്പോ ആ വർഗത്തെ നമ്മോട് ചേർത്തിക്കൊണ്ട് ഭൂമിയിൽ തന്നെ വസിപ്പിച്ച ഒരു ബുദ്ധിയുള്ള വർഗമാകുമ്പോ ആ രണ്ട് വർഗത്തെയും കൂട്ടിച്ചേർത്തിട്ട് എല്ലാവരും ഓതുന്ന ആയത്താണ്. ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മെ അറിഞ്ഞ് വണങ്ങി വിശ്വസിച്ച് ആരാധിക്കാനാണ്. അപ്പൊ ജിന്നിനെയും ഇൻസിനെയും ഒപ്പം ചേർത്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജഹന്നമിന് വേണ്ടി നാം തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് മനുഷ്യന്മാരിൽ നിന്നും ധാരാളം പേർ, ജിന്നിൽ നിന്നും ധാരാളം പേർ. ജിന്നും ഇൻസും ചേർത്ത സകലൈൻ, ഭൂമിക്ക് ഭാരം കൊടുക്കുന്ന രണ്ട് വർഗം എന്നാണ് ജിന്നിനെയും ഇൻസിനെയും പ്രമാണങ്ങൾ വിശദീകരിക്കുന്നത്. ഇങ്ങനെയുള്ള രണ്ട് വർഗത്തിന് മനുഷ്യന്റെ മേൽ ജിന്നിന് എന്താണ് ആധിപത്യം എന്ന് ചോദിക്കുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ അകത്ത് തന്നെ മനുഷ്യന്റെ ജിന്നിനുള്ള ആധിപത്യമുണ്ടല്ലോ. ആരാ ജിന്നിന്റെ അബാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആളല്ലേ ശൈത്വാൻ, ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കാന അബൽ ജിന്നി, ജിന്ന് വർഗത്തിന്റെ തന്തയാണ്. ജിന്ന് വർഗത്തിന്റെ ബാപ്പയായ ശൈത്വാനല്ലേ മനുഷ്യരെ ആജന്മ ശത്രുവായി നിന്നിട്ട് മനുഷ്യരെ വഴിപഴപ്പിക്കുമെന്ന് ശപഥം ചെയ്ത ആൾ. അള്ളാഹുവിന്റെ പരീക്ഷണാർത്ഥം എല്ലാവിധ കഴിവുകളും എല്ലാവിധ ഒത്താശകളും നൽകിയിട്ട് മനുഷ്യനെ എത്രത്തോളം പിഴപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പിഴപ്പിക്കുവാനുള്ള എല്ലാ ശേഷികളും അള്ളാഹു തആല ചെയ്തു കൊടുത്തുകൊണ്ട് പരീക്ഷണാർത്ഥം നിശ്ചയിച്ചിരിക്കുന്ന ദുശക്തിയല്ലേ ശൈത്വാൻ. എല്ലാ നബിമാർക്കും അല്ലാഹു തആല വഹ്യ് നൽകിയത് ഖുർആൻ പറയുന്നത് അനിഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ദുശക്തിയായ ചെകുത്താനെ വർജിക്കുക എന്നാണ്. അപ്പൊ അല്ലാഹു എന്ന് നമ്മൾ ആരാധിക്കേണ്ട ആരാധ്യനായ അല്ലാഹു, ആ അള്ളാഹുവിന്റെ പ്രതിയോഗിയായി ഒരു കൂട്ടർ ആളുകൾ എന്ന് വേണ്ട നരകത്തിന്റെ വിറകുകളായ ബഹുദൈവ വിശ്വാസികൾ അത്രയും ആരോധിക്കുന്നത് പിശാചിനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നില്ലേ? വിഗ്രഹാരാധകർ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചിനാണ്. ആൾ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചിനാണ്. കല്ലിനും മണ്ണിനും ആരാധിക്കുന്നവർ ആരാധിക്കുന്ന യഥാർത്ഥത്തിൽ പിശാചിനാണ്. ബഹുദൈവങ്ങളെ പൂജിക്കുന്ന മുഴുവൻ ആളുകളും പൂജിക്കുന്നതും ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും വിശ്വസിക്കുന്ന യഥാർത്ഥത്തിലുള്ള കള്ള ദൈവം പിശാച്ചാണ്. എല്ലാ ബഹുദൈവങ്ങളുടെയും പിന്നിലുള്ള കള്ളി പിശാച്ചാണ്. ആ പിശാച്ചിനെ വെടിയുക, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നതാണ് അല്ലാഹു തആല എല്ലാ നബിമാർക്കും നൽകിയ വഹയിന്റെ അന്തസ്സത്ത എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആരാ പിശാച്ച്? എത്ര ശക്തനാ പിശാച്ച്? ആ പിശാചിന്റെ മക്കൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള കഴിവുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? എന്തിന്? മനുഷ്യനെ പരീക്ഷിക്കാൻ. ആ പരീക്ഷണാർത്ഥം നൽകിയ കഴിവുകളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യന് ജിന്ന് ബാധിക്കും, പിശാച്ച് ബാധിക്കും. ജിന്നിലെ ദുശക്തികളാണ് പിശാച്ച്. മനുഷ്യരിലെ ദുശക്തികളെയും തോന്യാസികളെയും വിളിക്കും പിശാച്ച് എന്ന്. എല്ലാവർക്കും അറിയാം. അതൊക്കെ ഇപ്പൊ ഈ ജിന്ന്, പിശാച്ച്, റുഖിയ, ശറയ്യ എന്നതിലുണ്ട്. ഈ ശബ്ദം തന്നെ കേൾക്കല്ലേ, എന്താ ഈ പറയുന്നത്? അപ്പൊ തന്നെ നോക്കിങ്ങൾ അറബിലാക്കിയത്. ജിന്നും പിശാച്ചും എല്ലാവർക്കും അറിയാം. റുഖിയ ശറയ്യ എന്നതിന്റെ അർത്ഥം എന്താ അറിയോ? അതെല്ലാവർക്കും അറിയില്ല. സാധാരണക്കാരൻ വായിക്കുമ്പോൾ എന്തോ ഒരു സാധനാന്ന് കരുതിക്കോട്ടെ എന്നാ. റുഖിയ ശറയ്യ എന്ന് പറഞ്ഞാല് ശറ അനുവദിച്ച മന്ത്രം എന്ന് അതിന്റെ അർത്ഥം.
ജിന്നി പിശാച്ച് മന്ത്രം എന്നെന്തുകൊണ്ട് മലയാളത്തിൽ എഴുതുന്നില്ല? ജിന്നി പിശാച്ച് മന്ത്രം എന്ന്. അപ്പൊ മന്ത്രം എന്ന് പറയുന്നതാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയരുത് എന്ന ശരിയായ തെറ്റിദ്ധാരണ പരത്തണമെന്ന ദുശ്ചിന്തയോടുകൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം പോലും കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കുന്നത്. എന്നിട്ട് ഇതിൽ പറയുന്നത് എന്താണ്? മന്ത്രിക്കുന്നതൊക്കെ മനുഷ്യണ്ടാക്കിയതാണ്. മന്ത്രം എന്ന് പറഞ്ഞിട്ടൊന്നും ഇടപാടൊന്നുമില്ല. പക്ഷെ റുക്കിയ, എന്താ പിന്നെ റുക്കിയ എന്നാണ് ഇതർത്ഥം? റുക്കിയ തന്നെ പിന്നെ പറ, അത് പ്രാർത്ഥന. എന്നാ പ്രാർത്ഥന തന്നെ പറഞ്ഞാ പോരെ? എന്നാ പ്രാർത്ഥന തന്നെ പറഞ്ഞാ പോരെ? എന്തിനാ റുക്കിയ? അപ്പൊ റുക്കിയ ശരയ്യ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് റുക്കിയ. അള്ളാന്റെ റസൂല് ദീനുമായി വരുന്നതിന് മുൻപ് ജാഹിലിയ്യത്തിലുണ്ട് റുക്കിയ മന്ത്രങ്ങൾ, ജൂതന്മാരിലുണ്ട് റുക്കിയ മന്ത്രങ്ങൾ, ക്രിസ്ത്യാനികളിലുണ്ട് റുക്കിയ മന്ത്രങ്ങൾ. ഇസ്ലാം ഇവിടെ വരുന്നതിന് മുൻപുള്ള മുഴുവൻ മതക്കാരിലും വേദക്കാരിലുമുണ്ട് പിശാച്ചും, പിശാച്ചിന്റെ ഉപദ്രവവും, പിശാച്ചിന്റെ ഇളക്കവും, പിശാച്ചിന്റെ മന്ത്രവും. ഇന്ന് നിരീക്ഷിച്ചു നോക്കി, ക്രിസ്ത്യാനികളിൽ ഇന്നും ചെയ്ത്താനിളക്കല്ലേ? ചെയ്ത്താനെ ഇളക്കുന്ന ചികിത്സല്ലേ? പിശാച്ചിനെതിരുള്ള മന്ത്രല്ലേ? ഭൂതത്തിനെതിരുള്ള മന്ത്രല്ലേ? ഉണ്ട്. ഹിന്ദുക്കളിൽ ഹോമമില്ലേ? ഹിന്ദുക്കളിൽ മന്ത്രമില്ലേ? ഉണ്ട്. ജൂതന്മാർക്ക് ഈ തരത്തിലുള്ള ചികിത്സകളില്ലേ? ഉണ്ട്. അള്ളാന്റെ റസൂല് മദീനത്ത് വരുമ്പോ ജൂതന്മാർക്കില്ലേ? ഉണ്ട്. അള്ളാന്റെ റസൂലിനെ സിഹ്ർ ചെയ്തത് ആരാണ്? ജൂതനാണ്. ജൂതനായ ആള് റസൂലുള്ളാഹിനെ സിഹ്ർ ചെയ്തു എന്നത് ബുഖാരിയും മുസ്ലിമും വ്യക്തമാക്കിയിട്ടുള്ള ഹദീസാണ്. ഇപ്പത്തെ മുജാഹിദുകളിലെ ഔദ്യോഗിക വിഭാഗമെങ്കിലും അത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോഴും പഴയ നിഷേധത്തിലും ജിന്നിന്റെ ശക്തിയുടെ നിഷേധത്തിലും നിൽക്കുന്ന ജമാഅത്തുകാരും ആ ജമാഅത്ത് ചിന്തയിൽ തന്നെ നിലകൊള്ളാൻ വേണ്ടിയിട്ട് മുജാഹിദുകളിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള മടവൂർക്കാരും, ഈ രണ്ടു കൂട്ടരെ മാറ്റി നിർത്തിയാൽ ഔദ്യോഗിക വിഭാഗം ഇപ്പതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സമ്മതിക്കും. എല്ലാ മതങ്ങളിലും ചികിത്സ ഉണ്ട്. ജൂതന്മാര് സിഹിർ ചെയ്തിട്ടുണ്ട് നബിനെന്ന്. ആ സിഹിറിനെതിരിലും മന്ത്രമില്ലേ? ഉണ്ട്. ആ സിഹിറിനെതിരിൽ ചികിത്സയില്ലേ? ഉണ്ട്. പിശാച്ച് ബാധക്കെതിരെ ചികിത്സ നടന്നിട്ടില്ലേ? ഉണ്ട്. പിശാച്ചിനെ എവിടെ മുതൽ ബാധിക്കും? എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ എല്ലാവരും അറിയാവുന്നതും വായിക്കുന്നതുമായ പരമാർത്ഥം. ഒരു മനുഷ്യ കുഞ്ഞും ഇവിടെ പെറ്റു വീഴുമ്പോ കരയാതെ പിറന്നു വീഴുന്നില്ല. കരയാതെ ഒരു മനുഷ്യ കുഞ്ഞും ഇവിടെ പിറന്നു വീഴുന്നില്ല. വൈദ്യന്മാരുടെ മുമ്പിലോ ഡോക്ടർമാരുടെ മുമ്പിലോ എന്തിനാണ് കുഞ്ഞ് കരയുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു പ്രകൃതി നിയമം, അത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥിതി എന്ന് മനസ്സിലാക്കുള്ളൂ. പക്ഷെ അള്ളാന്റെ റസൂൽ അങ്ങനെയല്ല വിശദീകരിച്ചത്. പിശാച്ചിന്റെ ബാധ ഏൽക്കാതെ, പിശാച്ച് തോണ്ടാതെ ഒരു കുഞ്ഞും ഇവിടെ പ്രസവിക്കപ്പെടുന്നില്ല. ആ പിശാച്ചിന്റെ ബാധ കൊണ്ടാണ് പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ കരയുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സമുദായമാണ് ഈ സമുദായം. അതിന്റെ പേരിൽ തന്നെ പ്രസവിച്ച് വീഴുമ്പോൾ ഈ വലതുകാതിൽ ബാങ്കും ഇടതുകാതിൽ ഇഖാമത്തും കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സമുദായമാണ് ഈ സമുദായം. അതിവിടുത്തെ വഹാബികൾ സമ്മതിക്കുന്നതാണ്, സുന്നികൾ ആചരിച്ചു വരുന്നതുമാണ്, എപ്പോഴും എല്ലാവരും ആചരിക്കുന്നതാണ്. അപ്പൊ എപ്പം തുടങ്ങും പിശാച്ചിന്റെ ബാധ? ഇത് മാനസിക ബാധയല്ലല്ലോ. ചെറിയ ചോരക്കുഞ്ഞിനെ മാതാവ് പ്രസവിക്കുന്ന സമയത്ത് എന്തിനാണ് പിശാച്ച് ദുർബോധന നടത്തുന്നത്? അവിടെ ദുർബോധനമില്ല, മനസ്സിലെ വസുവാസില്ല, മനസ്സിൽ ദുശ്ചിന്തയില്ല, നിഷ്കപടമായ മുഖം. ആ മുഖം ഈ കരച്ചിൽ കഴിഞ്ഞാൽ വെളുക്കെ ചിരിക്കുന്നത് കാണാം, പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്നത് കാണാം. നിഷ്കളങ്ക മുഖം. ആ നിഷ്കളങ്ക മുഖമുള്ള കുഞ്ഞ് മനുഷ്യ കുഞ്ഞാണോ ഇവിടെ ജനിച്ചു വീഴുന്നത് കരഞ്ഞിട്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമും അവരുടെ മാതാവുമല്ലാത്ത മനുഷ്യ കുഞ്ഞുങ്ങൾ അത്രയും ഇങ്ങനെ ജനിച്ചു വീടവരാണെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോ മനുഷ്യന്റെ ജന്മസമയത്ത് തന്നെ ശാരീരികമായി പിശാച്ച് ബാധിക്കുന്ന ആ ബാധ ഏറ്റുകൊണ്ടും അതിന്റെ മന്ത്രമായി കാതിൽ ബാങ്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയല്ല, റുഖിയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല, അതിന്റെ മന്ത്രമായാണ് വലതുകാതിൽ ബാങ്ക് കൊടുക്കുന്നത്. റസൂലുള്ളാന്റെ പൊന്നാര മോൻ, ഫാത്തിമ ബീബിയുടെ പൊന്നാര മോൻ ഹസൻ എന്നവരുടെ കാതിൽ അള്ളാന്റെ റസൂലാ നേരിട്ട് ബാങ്ക് കൊടുത്തത്. അവരുടെ ഇടതുകാതിൽ ഇഖാമത്ത് കൊടുത്തത് നബിയാണ്. ഹുസൈൻ എന്ന മോന്റെ കാതിലും ഇടത്തും വലത്തും ബാങ്കും ഇഖാമത്തും കൊടുത്തത് നബിയാണ്. ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി വര്യന്റെ കാതിൽ ബാങ്കും ഇഖാമത്തും കൊടുത്തത് നബിയാണ്. എന്തിനാണ് ഈ ബാങ്കും ഇഖാമത്തും?
ജനിച്ചു വീഴുമ്പോഴേ ശരീരത്തിൽ സ്പർശിച്ച പിശാചിന്റെ ബാധ ശാരീരിക ബാധയാണത്. ആ ബാധ തുടരാതെ ആ ബാധ ഒഴിഞ്ഞു പോകാൻ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് മേലിൽ ഈ കുട്ടി എന്റെ കുട്ടിയാണ്, റസൂലിന്റെ കുട്ടിയാണ് എന്നറിയിക്കാൻ ഇസ്ലാമിക സംസ്കാരത്തിൽ നിർദ്ദേശിക്കപ്പെട്ടതാണ് ജനിച്ചു വീഴുമ്പോഴുള്ള കുഞ്ഞിന്റെ വാക്കും ഇഖാമത്തും. ഇത് വഹാബി കുട്ടിയേക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? വഹാബികളുടെ ഖുതുബയിൽ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പ്രസംഗത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പിന്നെ ശാരീരികമായ സ്പർശം യഥാർത്ഥത്തിൽ ജിന്നിനോ പിശാചിനോ മനുഷ്യ കുഞ്ഞിലില്ല എന്ന് പറയുന്നത് എത്ര വലിയ പൊട്ടത്തരാ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിട്ടു. പിശാചിന്റെ ബാധയേറ്റാൽ നടക്കാൻ കഴിയാത്ത വിധം, നിൽക്കാൻ കഴിയാത്ത വിധം വീണുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. വിശുദ്ധ ഖുർആനല്ലേ? പലിശ തിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ പലിശ തിന്നുന്ന ആളുകൾ അവരുടെ ഖബറിൽ നിന്ന് അവർക്ക് പുനർജന്മം നൽകി. ആ ഖബറിൽ നിന്ന് അവർ എഴുന്നേൽക്കുമ്പോൾ ലാ യഖൂമൂന, അവർ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധയേറ്റിട്ട് ശാരീരികമായി ക്ഷീണം ബാധിച്ച മനുഷ്യൻ ആകെ നിൽക്കാൻ വയ്യാതെ കാലുറക്കാതെ വീഴുന്നത് പോലെ വീണുകൊണ്ടല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, വിശുദ്ധ ഖുർആനാണ് പിശാചിന്റെ ബാധയും ആ ബാധയെ തുടർന്നുണ്ടാകുന്നതായ ഈ ഇളക്കവും വീഴ്ചയും പറയുന്നത്. അതൊക്കെ ഇപ്പോ മുജാഹിദുകളിലെ ഔദ്യോഗിക വിഭാഗം സമ്മതിച്ചു വരുന്നു. പക്ഷെ ഔദ്യോഗിക വിഭാഗം സമ്മതിക്കുന്നതും നമ്മളെ സുന്നികളെ അറിയില്ലല്ലോ. ഔദ്യോഗിക വിഭാഗം സമ്മതിക്കുന്നത് അവരുടെ കുഞ്ഞാടുകളും അറിയില്ലല്ലോ. അപ്പൊ അത്തരം ആളുകളൊന്ന് കേൾപ്പിക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമാ തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ഏതാനും ചെറിയ വാചകങ്ങൾ ഞാൻ വായിക്കാം. പിന്നെ എവിടെയാണ് അവർക്ക് സമ്മതിക്കാൻ അപ്പോഴും പ്രയാസം, ആ ഭാഗത്തേക്ക് നമുക്ക് വേഗം കടക്കാം. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങളും ജിന്ന് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു. ഭൗതികമായ സ്വാധീനം ജിന്നിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും അഹ്ലുസുന്നത്തിന്റെ വീക്ഷണങ്ങളും. അഹ്ലുസുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സുന്നികൾ എന്നല്ല, തങ്ങൾ സുന്നികൾ എന്നാ അവർ പറയുന്നത്. സ്വന്തം ഞങ്ങൾ സുന്നികളാണ് എന്ന് പറഞ്ഞിട്ട് അഹ്ലുസുന്ന അത് പഠിപ്പിക്കുന്നു. കേവല ബുദ്ധിയുടെ പേരിൽ ഈ വസ്തുതകളെ നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഖുർആൻ പറയുന്നത് നോക്കുക, അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. 2:275 ഖുർആനിലെ അൽ ബഖറ 275 പരിഭാഷ എന്നും പറഞ്ഞാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബാധ ബാധിച്ചവൻ എഴുന്നേൽക്കും പോലെയല്ലാതെ എഴുന്നേൽക്കൂല എന്ന് ഇപ്പം പറയുന്നത് ആർക്കെതിരിലാണ്? മുജാഹിദുകൾ വഹാബികൾക്കെതിരെ, മടവൂർ വിഭാഗം വഹാബികൾക്കെതിരെ, ആ വഹാബികൾക്ക് ആശയം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തുകാർക്കെതിരെ. ഈ രണ്ടു കൂട്ടർക്കെതിരെയാണ് ഇപ്പൊ ഔദ്യോഗിക മുജാഹിദ് വിഭാഗം ഈ ആയത്തിന്റെ പരിഭാഷ കൊടുത്തിട്ട് ബാധിക്കും എന്ന് പറയുന്നത്. ഈ ബാധിക്കും എന്ന് പറയുന്നവർ തന്നെ പക്ഷെ ഈ പിശാചിന്റെ പേരിൽ ഇളക്കിയിട്ടോ ചികിത്സിച്ചിട്ടോ അതും കാണിച്ചിട്ടോ ഒന്നും ചെയ്യല്ലോ എന്നാ പറയുന്നത്. ഞാൻ ആ ഭാഗം കൂടി വായിക്കാം. ഈ പറഞ്ഞത് ഇതേ പുസ്തകത്തിന്റെ, ഇനി ഞാൻ വായിക്കുന്നത് ഇതേ പുസ്തകത്തിന്റെ 49-ാം പേജിൽ. ജിന്ന് ബാധ ഏറ്റിയത് ഏതാന്ന് സമ്മതിക്കാൻ പറ്റാത്തത്, എവിടെയാണ് ഇപ്പൊ സുന്നികളും വഹാബികളും തമ്മിൽ തർക്കമുള്ളത് എന്ന് ഇപ്പൊ പുതുതായി പഠിച്ചിട്ട് വഹാബി വിഭാഗത്തിന്റെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമാ പുറത്തിറക്കിയ പുസ്തകത്തിലെ വാചകങ്ങളാണ്. ആ വാചകങ്ങൾ ഞാൻ വായിക്കട്ടെ. ജിന്നുബാധയേറ്റു എന്ന് കരുതപ്പെടുന്ന ഒരാളെ അടിക്കുക, കഴുത്ത് ഞെരിക്കുക തുടങ്ങിയവയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ തന്നെ മുഫ്തിയാ മരിച്ചുപോയി മക്കത്തെ മുഫ്തി, അദ്ദേഹത്തെ ഇയാളെ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലി ആദരിക്കുന്ന ആളാ, നൽകിയ മറുപടി ഇപ്രകാരമാണ്. ആ മറുപടിന്റെ പരിഭാഷ: ചില ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അതൊഴിവാക്കേണ്ടതു തന്നെയാണ്. മതത്തിൽ അനുവദനീയമായിട്ടുള്ളത് ഖുർആൻ പാരായണവും സ്ഥിരപ്പെട്ട നല്ല പ്രാർത്ഥനകൾ നിർവഹിക്കലുമാണ്. അതാണ് നബിയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത്. അവരാരെങ്കിലും രോഗികളെ അടിച്ച് ചികിത്സിച്ചിരുന്നതായി നമുക്കറിയില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തു എന്നത് തെളിവല്ല, സംശയാസ്പദമായ കാര്യമാണത്. ഒരു മനുഷ്യൻ മന്ത്രവും ചികിത്സയുമൊക്കെയായി രംഗത്ത് വരികയും ജനങ്ങളെ അടി
കഴുത്തിനെരിക്കൽ തുടങ്ങിയവയിലൂടെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അയാൾ ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രോഗിയുടെ മരണത്തിനു തന്നെ കാരണമാവാം. അതിനാൽ അത് ഒഴിവാക്കൽ നിർബന്ധമാണ്. വലിയ അപകടം സൃഷ്ടിക്കുന്ന ഈ കാര്യം ചെയ്യാതിരിക്കലും അതിന് വിധേയനാവാതിരിക്കലും അനിവാര്യമാണ്. ഇതിലൊക്കെ എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ദൂതരോ സ്വഹാബികളോ നമുക്ക് വിശദീകരിച്ചു തരുമായിരുന്നു. മാത്രവുമല്ല, ഇതിലധികവും വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഇബ്നു ബാസിന്റെ ഫത്വയുടെ സമാഹാരം അല്ല പരിഭാഷയാണ്. ശേഷം തുടരുന്നു, ഇത്തരം ചികിത്സാ രീതികളും മർദ്ദനങ്ങളുമൊക്കെ ഒരു തരം പൈശാചിക പ്രേരണയാണെന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അഭിപ്രായപ്പെട്ടത് കാണാം. ജിന്ന് ബാധിച്ചയാളെ അടിക്കുക, കഴുത്തിനെരുക്കുക തുടങ്ങിയ ചികിത്സാ സമ്പ്രദായം പൈശാചിക പ്രേരണ, പിശാച്ച് വസ്വാസുണ്ടാക്കിയിട്ടുണ്ടാക്കുന്ന ദുർബോധനത്താൽ ഉണ്ടാകുന്നതാണെന്ന് ഇവരുടെ വലിയ മുഹദ്ദിസ് നാസിറുദ്ദീൻ അൽബാനി അഭിപ്രായപ്പെട്ടത് കാണാം. ഇത്തരം ചികിത്സകൾക്ക് തെളിവായി ഉദ്ധരിക്കാറുള്ള ചില സംഭവങ്ങളുടെ നിജസ്ഥിതി കൂടി നമുക്ക് പരിശോധിക്കാം. ഇതൊന്നും വഹാബികളിൽ നിന്ന് മേലാല് കേൾക്കൂല, ഇതുവരെ കേട്ടിട്ടില്ല. ഈ പുസ്തകത്തിൽ തന്നെ കേൾക്കുള്ളൂ. ഇതോടെ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ കളികളൊക്കെയും കളിക്കുന്നത്. പക്ഷെ സക്കരിയ സ്വലാഹി വിടുന്നില്ല, കൂട്ടക്കാരും വിടുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഇവർ വീണ്ടും പറയുന്നത് നോക്കി, ഇത്തരം ചികിത്സകൾക്ക് തെളിവായി ഉദ്ധരിക്കാറുള്ള ചില സംഭവങ്ങളുടെ നിജസ്ഥിതി കൂടി നമുക്ക് പരിശോധിക്കാം. ഇബ്നു അബീ ശൈബ യഅ്ലബുനു മുർറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന താഴെ കൊടുത്ത സുദീർഘമായ ഹദീസാണ് ഒരു തെളിവ്. നബിയിൽ നിന്ന് മുമ്പ് ആരും, വല്ലാത്തൊരു കളി ഇവിടെ നടക്കുന്നുണ്ട്. ഹദീസിന്റെ പരിഭാഷ നേരത്തെ കൊടുക്കുകയാണ്, ഹദീസ് അറബിയിൽ അവിടെ ഉദ്ധരിക്കുകയാണ്, ഹദീസിന്റെ പരിഭാഷ പിന്നെ ചേർക്കുന്നില്ല. ആശയം ഇഷ്ടമുള്ളത് കൊടുക്കുക, അതൊരു വലിയ സൂത്രാണ്. ഹദീസിന്റെ പരിഭാഷ കൊടുക്കുമ്പോ വഹാബി കുഞ്ഞാടുകൾ ഇത് സമ്മതിക്കൂല, അവർക്കിത് ദഹിക്കൂല, പെട്ടെന്ന് അവർ വലിച്ചെറിയും, ഇത് തങ്ങളെ കൈവടിയുന്നവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് പറയാം, മലയാളത്തിൽ പറയാണ്. എന്താ പറയുന്നത്? നബിയിൽ നിന്ന് മുമ്പ് ആരും കണ്ടിട്ടില്ലാത്തതും ശേഷം ആരും കാണാൻ സാധ്യതയില്ലാത്തതും അസാധാരണവുമായ 3 കാര്യങ്ങൾ നബിയോടൊന്നിച്ചുള്ള ഒരു യാത്രയിൽ കണ്ടത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. യഅ്ലബുനു മുർറ അകലെയുള്ള 2 വൃക്ഷങ്ങൾ അടുത്തു വന്ന് നബിക്ക് വിസർജിക്കുവാനുള്ള മറയായി ചേർന്നു നിന്നതും അനന്തരം പൂർവസ്ഥാനത്തേക്കു തന്നെ തിരിച്ചുപോയതുമാണ് ഒന്നാമത്തെ സംഭവം. അത് ഹദീസിൽ ഒന്നാമത്തെ സംഭവമല്ല. നോക്കണങ്ങള്, ഹദീസിൽ അത് ഒന്നാമത്തെ സംഭവമല്ല. പക്ഷെ ഒന്നാമത്തെ സംഭവം ആക്കുന്നത് എന്തിനാണ്? ലഘുവായിട്ട് ഇങ്ങനെ സാധാരണക്കാരനെ പഠിപ്പിക്കാം. ഒന്ന്. ഇനി രണ്ടാമത്തത്, ഒരൊട്ടകം നബിയുടെ മുമ്പിൽ വന്ന് കണ്ണീരൊഴുക്കി പരാതിപ്പെട്ടപ്പോൾ ഉടമസ്ഥനെ വിളിച്ച് നബി പരിഹാരം നിർദ്ദേശിച്ചതാണ് രണ്ടാമത്തത്. എന്ന് ഒട്ടകം റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ട് നബിയോട് അപേക്ഷ പറഞ്ഞത് നമ്മൾ മങ്കൂസിൽ പൗതിൽ പറയുമ്പോ അത് ലൈഫാണ്, കള്ളക്കഥയാണ്, വാറോലയാണ് എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ ഉദ്ധരിക്കുന്നത് നോക്കി. രണ്ടാമത്തെ സംഭവം, കണ്ണീരൊഴുക്കി ഒട്ടകം വന്ന് പരാതിപ്പെട്ടപ്പോൾ ഉടമസ്ഥനെ വിളിച്ച് നബി പരിഹാരം നിർദ്ദേശിച്ചതാണ് രണ്ടാമത്തത്. ഹദീസിൽ ഒന്നാമത് പറഞ്ഞത് ഇനി ഇവര് മൂന്നാമത് പറയുന്നത് നോക്കി. പരിഭാഷല്ല. ഒരു സ്ത്രീ രോഗിയായ തന്റെ കുട്ടിയെപ്പറ്റി നബിയോട് ആവലാതിപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ അടിക്കുകയും വായിൽ ഊതുകയും അള്ളാഹുവിന്റെ ശത്രു നീ പോ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടി പ്രസ്തുത രോഗബാധയിൽ നിന്നും മുക്തനായി എന്നതാണ് മൂന്നാമത്തെ സംഭവം. ഇത് ഹദീസിൽ ഒന്നാം സംഭവ. ഇപ്പൊ ജിന്ന് ബാധിച്ച ഒരു കുട്ടിനെ അള്ളാന്റെ റസൂല് അടിച്ചു, എന്നിട്ട് വായിൽ ഊതി കൊടുത്തു, എന്നിട്ട് പോ ജിന്നേന്നും പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ബുദ്ധിന്, ജിന്നിനെ, പിശാച്ചിനെ നബി ഇളക്കി വിട്ടു, പുറത്താക്കി. ഈ പുറത്ത് ചാടിച്ചു എന്ന് പറയുന്ന ചികിത്സയാണല്ലോ സക്കരിയ സലാഹിക്കതിൽ പറയുന്നത്. ആ ചികിത്സ ഹദീസിൽ ഒന്നാമത് പറഞ്ഞത് മൂന്നാമത് പറയുന്നു. എന്നിട്ട് പറയാ, പൂർവികർ മനസ്സിലാക്കിയ പോലെ ഈ ഹദീസുകൾ മനസ്സിലാക്കുന്ന ആർക്കും അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളാണെന്ന് കാണാൻ പ്രയാസമില്ല.
ഹദീസുകളുടെ പദപ്രയോഗം തന്നെ ഇത് മുഅ്ജിസത്തുകളാണെന്നതിന് തെളിവാണ്. മാത്രമല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാർ ഇത് മുഅ്ജിസത്തുകളാണെന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സംഭവം ഇങ്ങനെയാണ് മുസന്നഫിൽ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് മുസന്നഫിലെ ഹദീസ് അറബിൽ ഒന്നായിട്ടും ചേർത്തിക്കുക. അറബിൽ ചേർത്തിന് പരിഭാഷല്ല. ഇതിൽ ചേർത്ത മുഴുവൻ ആയത്തിനും പരിഭാഷ ഉണ്ട്. ഇതിൽ ചേർത്ത മുഴുവൻ ഉദ്ധരണിക്കും പരിഭാഷ ഉണ്ട്. പക്ഷെ ഈ 3 അത്ഭുത സംഭവങ്ങൾ ഒരു സ്വഹാബി വര്യൻ ഇനിയാരും കാണൂല, വേറെ ആരും കണ്ടൂല്ല എന്ന് പറഞ്ഞ അത്ഭുത സംഭവങ്ങൾ 3 വിവരിക്കുന്നതിന് പരിഭാഷല്ല. അപ്പൊ ഇപ്പോഴും കള്ളക്കളി ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഒരു ജംഇയ്യത്തുലമായി പുസ്തകം പുറത്തിറക്കിയെടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. 3 സംഭവത്തിൽ നിന്ന് ഒന്നാമത് പറഞ്ഞ 3ാമത് സംഭവമാക്കി മാറ്റിയതും അതിനെ ലഘൂകരിച്ചതും അവർക്ക് പറയാൻ പറ്റാത്ത ചില ഭാഗം ഇതിലുണ്ട് എന്നുള്ള നിലക്കാണ്. ആ സംഭവത്തെ ഹദീസിൽ നല്ലോണം പോലുണ്ട്. എന്താ നോക്കി, ഞാനത് വായിക്കാം. حدثنا عبد الله بن نمير قال حدثنا عثمان بن حكيم قال أخبرني عبد الرحمن بن عبد العزيز أن يعلى بن مرة أنه قال يعلى بن مرة رضي الله عنه പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബീ ശൈബ തന്റെ സനദ് വിവരിക്കുന്നു. റഅയ്തു ലഖദ് റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ മാ റആഹാ അഹദുൻ ഖബലി വലാ യറാഹാ അഹദുൻ ബഅദി. 3 സംഭവങ്ങൾ ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എന്റെ മുമ്പ് അത് ആരും കണ്ടിട്ടുമില്ല, വേറൊരാളും എന്റെ ശേഷം ഇങ്ങോട്ട് കാണാനും പോണില്ല. എന്റെ ശേഷം കാണാനും പോണില്ല എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹി വഫാത്തായിരിക്കും. അദ്ദേഹത്തിന്റെ ഹദീസിന്റെ വിവരണം ഈ 3 സംഭവം മൂപ്പര് കണ്ടു. ആ 3 സംഭവം വിവരിച്ചിട്ട് പറയുന്നു, ലഖദ് ഖറജ്തു മഅഹു ഫീ സഫർ. ഒരു യാത്രയിൽ ഞാൻ നബിയോടൊപ്പം പുറപ്പെട്ടു. ഹത്താ ഇദാ കുന്നാ ബി ബഅദി ത്വരീഖ്, വഴിയിലൊരിടത്ത് എത്തിയപ്പോ മറർനാ ബിംറഅത്തിൻ ജാലിസത്തിൻ മഅഹാ സ്വബിയ്യുൻ, ഒരു കുട്ടിയുമായിട്ടൊരു പെണ്ണിരിക്കുന്നതിന്റെ അരികിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഖാലത്ത്, ആ പെണ്ണ് എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്നി ഹാദാ ഖദ് അസാബഹു ബഅലാ വഅസാബനാ മിൻഹു ബലാ യുഖദു ഫിൽ യൗം ലാ അദ്രി കം മറ. ഈ കുട്ടിക്ക് പിശാച് ബാധ ഏറ്റിരിക്കും റസൂലേ. എന്റെ ഈ കുട്ടിയെ കൊണ്ട് വല്ലാതെ കുടുങ്ങി, വല്ലാത്ത ബല നമുക്ക്. എന്നും ഈ കുട്ടിനെ 1ഉം 2ഉം പ്രാവശ്യമല്ല, എത്രയോ പ്രാവശ്യം ജിന്ന് പിടിക്കുന്നു. അങ്ങനെ പിടിക്കപ്പെടുന്നു ഈ കുട്ടിയെ. കാല നബി പറഞ്ഞു, നവിലീനി, ആ കുട്ടി അങ്ങ് കൊണ്ട. ഫറഫഅതുഹു ഇലൈഹി, ഈ പെണ്ണ് കുട്ടിയെ നബിയിലേക്ക് ഉയർത്തി. ഫജഅലഹു ബൈനഹു വബൈന വാസിതത്തി റഹ്ലി, നബിന്റെ ഒട്ടകത്തിന്റെ കട്ടിലിന്റെയും അടുവിന്റെയും തെന്റെയും ഇടയിൽ ഈ കുട്ടിനെ വെച്ചു. ثم فغرفاه فنفث فيه ثلاثا بسم الله انا عبد الله اخسر عدو الله എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിന്റെ വായ തുറന്നിട്ട് അതിലേക്ക് ഊതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രു, നീ നിന്യമാക്, നീ നിസ്സാരമാക്, നീ എളിമയാക്, നിനക്കൊന്നിനും കഴിയൂല, ഞാൻ അള്ളാന്റെ അടിമയാകുന്നു, ബിസ്മില്ലാ എന്നും പറഞ്ഞ് അള്ളാന്റെ റസൂല് മന്ത്രിച്ചു. ഇത് പ്രാർത്ഥനയല്ല, ഇത് റുഖിയയാണ്. ഈ റുഖിയ പ്രാർത്ഥനയല്ലല്ലോ. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ള വാക്കാ, ശൈത്താനെ ഇളക്കുക. ഞാൻ അള്ളാന്റെ അടിമയാകുന്നു, നീ അള്ളാന്റെ ശത്രുവാകുന്നു, നീ നിന്യമാകെ, ഞാൻ അള്ളാന്റെ അടിമയാണ്, ബിസ്മില്ലാ, പുറത്തു പോന്ന് അള്ളാന്റെ റസൂലി കുട്ടിനോട് പറയുന്നു. ഹാൻ യഅ്ല ഇബ്നു മുർറ റാവി പറയുന്നു, തുമ്മനാവലഹായിയാഹു, ഈ കുട്ടിനെ ഈ പെണ്ണിനങ്ങ് കൊടുത്തു. തുമ്മ കാല, എന്നിട്ട് നബി പറഞ്ഞു, അൽഖീനാ ബി ഫി റജഅതി ഫി ഹാദിഹിൽ മകാൻ ഫഅഖ്ബിരീനാ ബിമാ ഫഅൽ. ഈ കുട്ടിയെ മടങ്ങി വരുമ്പോ ഇവിടെ തന്നെ നിന്നിട്ട് എനിക്ക് കാണിക്കണം. ഞങ്ങൾ ഇതിൽ തന്നെ വരും. ഞങ്ങൾ ഇതിൽ വരുമ്പോ മടങ്ങി വരുമ്പോ ഈ കുട്ടിനെ കാണിക്കണം എന്ന്, കുട്ടിന്റെ അവസ്ഥ എന്താണ് എന്ന് അറിയിക്കുമ്പോഴാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിനെ മന്ത്രിച്ചിട്ട് സുഖായോ ആയില്ലേ എന്നറിയാൻ. ഖാല, റിപ്പോർട്ടർ പറയുന്നു, ഫദഹബ്നാ വറജഅനാ ഫവജദ്നാഹാ ഫീ ദാലികൽ മകാൻ. ഞങ്ങൾ പോരുമ്പോ നബി നിർദ്ദേശമാതിരി തന്നെ ആ പെണ്ണ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഈ കുട്ടിനായിട്ട്. മാഹാ ഷിയാഹു സലാസ്, അപ്പൊ കുട്ടിന്റെ അടുത്ത് 3 ആടും ഉണ്ട്. ഇത് പറയാനാ വഹാബിക്ക് മടി, പരിഭാഷ വയ്ക്കുന്ന ഇതിനാ. ഇപ്പൊ വരുമ്പോ ഈ പെണ്ണിന്റെ അടുത്ത് 3 ആടും ഉണ്ട്. ഈ ആടുമായിട്ട് പറഞ്ഞു, ഫഖാൽ മാഫുഇല സ്വബിയുക, ഞാൻ ഇന്നാള് പോകുമ്പോ ഊതി ആ കുട്ടിന്റെ സ്ഥിതി എന്ത് എന്ന് റസൂൽ ചോദിച്ചു. കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, വല്ലദീ ബഅസക ഫിൽ ഹഖ്
മാ അഹ്സസ്നാ മിൻഹു ശൈഅൻ ഹത്താ സ്സാഅ. ഇതുവരെ ആ കുട്ടിക്ക് പിന്നെ ഇളക്കണ്ടായിട്ടില്ല. ശൈത്താൻ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫഹ്തരിസ് ഹാദിഹിൽ വനം, ഈ ആടിൻ പറ്റത്തെ തങ്ങൾ നമ്മളിൽ നിന്ന് വാങ്ങണം. മന്ത്രിച്ചൂതിന്റെ സമ്മാനം കൊടുക്കുന്ന 3 ആടിന്റെ വർത്താനം ഇവിടെ ഉണ്ട്. ആടിന്റെ വർത്താനാണെങ്കിൽ അവർക്ക് പ്രയാസമല്ല. ആ ആടിന്റെ വർത്താനം പറഞ്ഞ നബി പറഞ്ഞു, ഇൻസിൽ ഫഖുദ് മിൻഹാ വാഹിദ വറുദ്ദൽ ബഖിയ. യലബിന് മുറത്ത് തന്നെ എന്നോട് ബേക്കലിരിക്കുമ്പോ എന്നോട് പറഞ്ഞു, നീ ഇറങ്ങ്, എന്നിട്ട് ആ ആടിന്ന് ഒരാട് വാങ്ങിക്കോ, ബാക്കി അങ്ങ് തിരിച്ചു കൊടുത്തളാ. 3 ആട് മന്ത്രിച്ചതിന് സുഖായിന് തന്ന ഈ ആടിന്റെ ഒരാട് വാങ്ങി ബാക്കി തിരിച്ചു കൊടുത്താളാ. ഇതൊരു സംഭവമാണ്. അപ്പൊ ഈ ഒന്നാമത് പറയുന്ന സംഭവത്തെ തന്നെ കളഞ്ഞു. രണ്ടാമത് പറയുന്ന സംഭവമാണ്, ഞങ്ങൾ വിളിച്ചിരിക്കാൻ വേണ്ടി നബി തങ്ങൾ പോയപ്പോ അള്ളാന്റെ റസൂൽ എന്താ കാണുന്നതെന്ന് വെച്ചു. ഞാനിത് വായിച്ചർത്ഥം പറയാൻ ഞാൻ മോശല്ലേ, ഞാനും കളഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് ഞാൻ വായിച്ചേക്കാം. നോക്കടോ, ഇതൊന്ന് പോയോക്ക, എനിക്ക് എന്തെങ്കിലും ഒന്നുണ്ടോന്ന്, മറക്കിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. ഖുൽതു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, മാ അറാ ശൈഅൻ യുവാരിക ഇല്ലാ ശജറ മാ അറാഹാ തുവാരിക. തങ്ങൾക്ക് മറയാകുന്ന ഞാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു മരമുണ്ട്, വേറെ ഒന്നുമില്ല. അത് തങ്ങൾക്ക് മറയാവൂല, അങ്ങനത്തെ ഒരു മരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ബി ഖുർബിഹാ ശൈ, അതിന്റെ അടുത്തൊന്നുമില്ലേ? ഖുൽതു ശജറത്തുൻ ഖൽഫഹാ വഹിയ മിസ്ലുഹാ ഔ ഖരീബു മിൻഹാ. ഒരു മരം കൂടി ഉണ്ട്, അതും ഇതുപോലെ തന്നെയാ, അതും തങ്ങൾക്ക് മറയാകാൻ പറ്റൂല, 2 മറ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല ഇദ്ഹബ് ഇലൈഹിമാ, ഈ 2 വൃക്ഷത്തിങ്കലേക്ക് ചെല്ല്. ഫഖുൽ ലഹുമാ, എന്നിട്ട് ആ 2 വൃക്ഷത്തോട് പറ, ഇന്ന റസൂലല്ലാഹി യഉമുറുകുമാ അൻ തജ്തമിഅ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ദൂതർ കൽപ്പിക്കുന്നു, വൃക്ഷങ്ങളെ നിങ്ങൾ 2 കൂടി ഒന്നാകണം. 2 വൃക്ഷങ്ങൾ അടുത്തടുത്തുള്ളത് നോക്കിയിട്ട് 2 കൂടി ഒന്നാകണമെന്ന് നബി അള്ളാന്റെ റസൂല് കൽപ്പിക്കുന്നു എന്ന് പറ. ആല യഅലബിന് മുറ പറയുന്നു, ഫജ്തമഅതാ, ഈ 2 വൃക്ഷങ്ങളും ഒത്തുകൂടി. ഫബറസ ലിഹാജതിഹി, അങ്ങനെ ഇതിനെ മറിയാക്കി നബി തങ്ങൾ വിളിക്കിരുന്നു. സുമ്മ റജഅ, പിന്നെ നബി മടങ്ങി. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, ഇദ്ഹബ് ഇലൈഹിമാ ഫഖുൽ ലഹുമാ ഇന്ന റസൂലല്ലാഹ് യഉമുറുകുമാ അൻ തർജിഅ കുല്ലു വാഹിദത്തിൻ മിൻകുമാ ഇലാ മകാനിഹാ. അള്ളാന്റെ റസൂല് പറയുന്നു, നിങ്ങൾ 2 ആളും നിങ്ങൾ എവിടെയാ നിന്നിരുന്ന് വെച്ചാൽ അവിടേക്ക് തന്നെ പോകണം വൃക്ഷങ്ങളേന്ന് അള്ളാന്റെ റസൂല് കൽപ്പിക്കുന്നു എന്ന് പോയി പറ. ഇതെന്താ അള്ളാന്റെ റസൂലാണ് പറഞ്ഞൂടെ വൃക്ഷത്തോട്? നബി വിളിക്കിരുന്നിട്ട് അതിനോട് പറയാ, യഅലബിന് മുറത്തിന്റെ അടുത്ത് വന്നിട്ട് നീ പോയി പറ, അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ വന്നിടത്തേക്ക് തന്നെ പോകണം, നിങ്ങൾ നിന്നിടത്ത് തന്നെ പോയി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് 2 പോയി. 2ാമത്തെ സംഭവം. 3ാമത്തെ സംഭവം, വകുന്തു ജാലിസം മാഹു ദാത യൗമിൻ ഇദ് ജാഅഹു ജമലുൻ യുഹബ്ബിബു ഹത്താ സവദ ബിജിറാനിഹി ബൈന യദൈഹി ثم ضرفت عينا فقال انظر ويحك لمن هذه الجمل ان له لشانا فخرجت التمس صاحبه. ഒരൊട്ടകം വന്ന് നബിയോട് കണ്ണീരൊഴുക്കിക്കൊണ്ട് കഴുത്ത് വന്ന് നബിയുടെ മുന്നിൽ വിനയപുരസ്സരം വെച്ച് എന്നിട്ട് കരഞ്ഞിട്ട് എന്തോ പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഇതൊരു കാര്യമുണ്ട് പറയാന്, അതുകൊണ്ട് ഇതിന്റെ ഉടമക്കാരനെ കിട്ടണം, നീ ഒന്ന് പോയി നോക്ക്. ഞാൻ പോയി നോക്കി ഉടമക്കാരനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മാശനു ജമലിക്കഹാദ, നിങ്ങൾ ഈ ഒട്ടകത്തിന്റെ നില എന്താ? കാല ഒമാശനു, എന്താ നില? ാതിരി വല്ലാഹി മാശനു, എനിക്കറിഞ്ഞൂടെ എന്താണ് എന്റെ നില എന്ന്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? ഞങ്ങൾ അതിനെ പണിയെടുപ്പിച്ചിരുന്നു. അമിൽനാ അലൈഹി വനളഹ്നാ അലൈഹി ഹത്താ ജസാനി സിഖായ, പണിയെടുപ്പിച്ചിരുന്നു, വെള്ളം തേകിയിരുന്നു, പല പണിക്കും ഉപയോഗിച്ചിരുന്നു, കൃഷി നനക്കാൻ ഉപയോഗിച്ചിരുന്നു. പ്രായം ചെന്നപ്പോ വെയ്യാതായപ്പോ ഫൗതമർനൽ ബാരിഹത അന്നൻഹറഹു വനഖ്സിമ ലഹ്മഹു, ഇതിനെ അറുക്കാൻ ഞങ്ങൾ ഇന്നലെ കൂടി തീരുമാനിച്ചു. അറുത്തിട്ട് അതിന്റെ ഇറച്ചി ഓരച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതല്ലാതെ ഒരു പുതിയ അവസ്ഥ ഒന്നും ഈ ഒട്ടകത്തിനില്ല. പാല. അപ്പൊ നബി പറഞ്ഞു, ഫലാതഫ്അൽ, അങ്ങനെ ചെയ്യരുത്. ഹബുഹുലി, ഈ ഒട്ടകം എനിക്ക് ഓശാരം കൊണ്ടാ, ഔ ബിഅനിഹി, അല്ലെങ്കിൽ വിൽക്ക്, 2 ചെയ്യാം.
അപ്പൊ ഇയാൾ പറഞ്ഞു ബൽഹു വലക യാ റസൂലല്ലാഹ്, ആയിക്കോട്ടെ റസൂലേ അത് തന്നേക്കാ. അപ്പൊ നബി ഫവസമഹു ബിസിമത്തി സ്വദഖ തുമ്മ ബഅസ ബിഹി, നബി അതിനെ മുസ്ലിമീങ്ങളുടെ പൊതുദാനമായിട്ടുള്ള സദഖയുടെ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് സീരി വെച്ച് നബി അതിനെ വിട്ടു. ഇത് മുസന്നഫിൽ പറഞ്ഞ സംഭവം പരിഭാഷപ്പെടുത്താതെയാണ് ചേർക്കുന്നത്. ഇരിക്കട്ടെ, ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് വായയിലേക്ക് ഊതിയിട്ട് പുറത്തിറങ്ങി പിശാച്ച് അള്ളാന്റെ ശത്രു, ഞാൻ അള്ളാന്റെ അടിയാനാണ് എന്ന് പറഞ്ഞ് പിശാച്ചിനെ ശരീരത്തിൽ നിന്ന് മന്ത്രിച്ചിറക്കിയ നബിയുടെ സംഭവം, അതിന് 3 ആടുകൾ സമ്മാനം കൊടുത്തപ്പോ 1 വാങ്ങി ബാക്കി 2 അവൾക്ക് തന്നെ കൊടുക്കുന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടി ഇത് മറച്ചു വെച്ചുകൊണ്ടും ഇത് വെളിപ്പെടുമെന്ന് കരുതി പരിഭാഷപ്പെടുത്താതെയും ഉദ്ധരിച്ച ശേഷം പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്ത സംഭവം പറഞ്ഞിട്ട് ഈ സംഭവത്തെ ഇത് അടിച്ചിറക്കുന്ന ചികിത്സക്കായിട്ട് പറയരുത്. ഇതിൽ അടിച്ചു നബി എന്നാ ഒരു പരിഭാഷപ്പെടുത്തിയത്. അടിച്ചെങ്കിൽ തന്നെ അത് നബിയുടെ മോചിതത്താണ്. വേറെ ആരും അടിക്കാൻ ഇതിൽ തെളിവില്ല, ആരും ഒട്ട് അടിച്ചിട്ടില്ല. ആധുനിക പണ്ഡിതനും മുഹദ്ദിസുമായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയും അതിനെ പറയണേ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉദ്ധരിക്കാന്നും പറഞ്ഞിട്ടാ പറയുന്നത്. ഇനി നോക്കട്ടെ, നബി മാത്രം ചെയ്തതും നബിക്ക് മാത്രം ചെയ്യാവുന്നതും ഇനി ആർക്കും ചെയ്യാൻ പറ്റാത്തതുമാണ് പിശാചിനെ ശരീരത്തിൽ നിന്ന് ബാധയേറ്റവന്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പണ്ഡിത സദസ്സ് യോഗം കൂടി തീരുമാനിച്ചിട്ടുള്ള ഈ കൂട്ടർ നബി നടത്തിയ ഈ ചികിത്സയുടെ രീതി അതേപോലെ ചികിത്സിച്ച തങ്ങളുടെ ആശയ സ്രോതസ്സായ, തങ്ങൾ എപ്പോഴും ഉദ്ധരിക്കുന്ന തങ്ങളുടെ വഹാബിസത്തിന്റെ ആശയ സ്രോതസ് ഇബ്നു തീമിയ എന്ന് പറയുന്ന ആളെയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം എന്ന് പറഞ്ഞ ആളെയും എന്തു പറയുന്നു? അവരെ കുറിച്ച് സക്കരിയ സ്വലാഹിം മിണ്ടണില്ല, ഔദ്യോഗിക വിഭാഗം മുജാഹിദും മിണ്ടണില്ല. അതല്ല രസം. വല്ലാത്തൊരു മൗനം, അർത്ഥഗർഭമായ മൗനം. ഇത് സാധാരണ പറയാറുള്ളൂ, അർത്ഥഗർഭമായ മൗനം. ഇബ്നുൽ ഖയ്യിമിനെ സക്കരിയ സ്വലാഹി ഉദ്ധരിക്കുന്നില്ല. അതല്ല രസം. അടിച്ച് ചികിത്സിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടർ അവരിലുണ്ട്, ഇദ്ദേഹത്തെ ഉദ്ധരിക്കുന്നില്ല. എന്തു പറ്റിപ്പോയി സക്കരിയ സ്വലാഹിക്ക് ഉദ്ധരിക്കാനുള്ള തടസ്സം? സക്കരിയ സ്വലാഹി പുറത്താക്കിയ ഔദ്യോഗിക വിഭാഗം മുജാഹിദ് ഈ പുസ്തകം ഇറക്കുമ്പോ നബിയുടെ മാത്രം മുഅ്ജിസത്താണിത്, വേറെ ആർക്കും പാടില്ല എന്ന് പറയുമ്പോ, ഈ ചികിത്സ ഇനി മേലിൽ ആവർത്തിക്കരുത് എന്ന് നിർദ്ദേശം നൽകുമ്പോ, അങ്ങനൊന്ന് കൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ, ഇത്തരം ഒരു ചികിത്സ അത്തിബുൻ നബവി, നബവി ചികിത്സ, നബിതങ്ങൾ നടത്തിയ ചികിത്സ, പകർത്തേണ്ട ചികിത്സ, നമ്മൾ അനുകരിക്കേണ്ട ചികിത്സ എന്ന പേരിൽ നബിയുടെ ചികിത്സയുടെ മുറകൾ പഠിപ്പിക്കുന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്ന അല്പം ഭാഗം ഞാൻ പറയാം. എന്നിട്ട് സുന്നികൾ പറയുന്നതൊക്കെ മനസ്സിലാക്കിയാൽ മതി. സുന്നികൾ ഈ വിഷയത്തിൽ പറയുന്നത് ഇബ്നു തീമിയ പറയുന്നത് തന്നെയാണ്, ഇബ്നുൽ ഖയ്യിം പറയുന്നത് തന്നെ. ഞങ്ങളെ പറയുന്നത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ആചാര്യൻ ഇബ്നുൽ ഖയ്യിം ചെയ്തത് എന്താണ്, ഇബ്നു തീമിയ ചെയ്തത് എന്താണ് എന്ന് ഈ വിഷയത്തിൽ പറഞ്ഞാൽ സുന്നി ആശയത്തിന്റെ വിഷയം പിന്നെ ചിന്തിക്കാം. ഇത് തന്നെ സുന്നി ആശയം. എന്താ ഇബ്നുൽ ഖയ്യിം പറയുന്നത്? അദ്ദേഹം വിവരിക്കുന്നു, ഫസ്ലുൻ ഫീ ഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇലാജി സുർഇ, ബാധയേറ്റ പിരാന്ത് ബാധിച്ചവനെ ചികിത്സിക്കുന്നതിലുള്ള നബിയുടെ ചര്യ. നബി ചര്യ എന്നും പറഞ്ഞ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് വിവരിക്കുകയാണ്. അഖ്റജാ ഫി സ്വഹീഹൈനി മിൻ ഹദീസ് അതാ ഇബ്നു അബി റബാഹ് ഖാൽ ഖാല ഇബ്നു അബ്ബാസ് അലാ ഉരീക ഇംറഅതൻ മിൻ നഹരിൽ ജന്ന ഖുൽതു ബലാ, ഒരു സ്വർഗ്ഗസ്ഥയായ പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് ഇബ്നു അബ്ബാസ് എന്നവരെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ. അതാ ഇബ്നു അബി റബാഹ് പറയുന്നു അതെ. ഖാല, അദ്ദേഹം പറഞ്ഞു ഹാദിഹിൽ മർഅതു സൗദാ, അതാ കാണുന്നു ഈ കാണുന്ന കറുത്ത പെണ്ണ്, ഇവൾ സ്വർഗ്ഗക്കാരിയാണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൾ അല്ലാഹുവിന്റെ അടുത്ത് വന്നു. ഫഖാലത്ത്, അവർ പറഞ്ഞു ഇന്നി ഉസ്റഉ, എനിക്കിടക്കിടക്ക് ജിന്ന് ബാധ, വഇന്നി അതകശഫു, എന്റെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോയി, എന്റെ നഗ്നത കാണുന്നു. ഫദുല്ലാഹ ലി, അതുകൊണ്ട് നീ നീങ്ങാൻ ദുആർക്കണം. ഫഖാല, നബി പറഞ്ഞു ഇൻശിഅതി സ്വബർതി വലക്കൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ, ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗമുണ്ട്. വഇൻശിഅതി ദഅഉതുല്ലാഹ ലക്കി അൻ യുആഫിയകി, നിന്നെ സുഖപ്പെടുത്താൻ വേണമെങ്കിൽ അല്ലാഹുവോട് ദുആർക്ക, എന്തു വേണം? ഫഖാലത്ത്, പെണ്ണ് പറഞ്ഞു അസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാം. കാലത്ത്, അപ്പൊ പെണ്ണ് പറഞ്ഞു ഫഇന്നി അതകശഫു
പക്ഷേ എന്റെ നഗ്നത വെളിപ്പെടുണ്ടല്ലോ റസൂലുള്ളാഹ് ഫദഉല്ലാഹ അല്ലാ തകശഫ, വീഴുമ്പോ നഗ്നത വെളിപ്പെടുത്താൻ തങ്ങളൊന്ന് ദുആർക്കണം. ഫദഅലഹ, നബി ഇതിന് ദുആയിരുന്നു. ഇത് ഇമാം ബുഖാരി തന്റെ അൽ മർവാ, രോഗികളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്ത ഹദീസാണ്. നമ്മൾ കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ പ്രസംഗങ്ങളിലൊക്കെ ഇത് ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ അത്ഭുതം പറയുമ്പോൾ പറയാറുമുണ്ട്. സ്വഹാബി വനിതകൾ നബി എന്തിനൊക്കെ സമീപിക്കാറുണ്ട് എന്ന് വിവരിക്കാനും ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന വഹാബികൾ ഈ ഹദീസ് ആരുദ്ധരിക്കുന്നു, എന്തിനുദ്ധരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഖുൽതു അൽ ഹാഫിദ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന് വഹാബികൾ കൂട്ടിച്ചേർക്കാതെ പറയാത്ത ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നു, ഖുൽതു, ഞാൻ പറയട്ടെ, അസ്സറുഉ സുർആനി, ഇങ്ങനെയുള്ള വീഴുന്ന രോഗം രണ്ടു തരമുണ്ട്. സ്വറുഉം മിനൽ അർവാഹിൽ ഖബീസത്തിൽ അർളിയ, ഭൂമിയിലെ ദുഷിച്ച പിശാചുക്കളാകുന്ന ആത്മാക്കളാൽ ഉണ്ടായിത്തീരുന്ന വീഴ്ച. വസ്വറുഉം മിനൽ അഖ്ലാഖിർ റദിഅ, വിത്തവാദ കഫാദികൾ ദുഷിച്ചിട്ടുണ്ടാകുന്ന വീഴ്ച. ഇങ്ങനെ രണ്ടു തരം വീഴ്ച. വസാനി, ഈ പിത്തങ്ങളും വാദങ്ങളൊക്കെ ദുഷിച്ചിട്ടുണ്ടാകുന്ന വീഴ്ച. ഹുവല്ലദീ യതകല്ലമു ഫീഹിൽ അത്തിബ്ബാഉ ഫീ സബബിഹി വഇലാജിഹി, അതിന്റെ കാരണവും ചികിത്സയുമാണ് വൈദ്യന്മാർ പറയാറുള്ളത്, ഡോക്ടർമാർ പറയാറുള്ളത്. വഅമ്മാ സ്വറുഉൽ അർവാഹ്, ജിന്ന് പിശാചുക്കൾ ബാധിച്ചിട്ടുള്ള വീഴ്ച. ഫഅഇമ്മത്തുഹും വഉഖലാഉഹും യഅ്തരിഫൂന ബിഹി, വൈദ്യന്മാരിലെ ഡോക്ടർമാരിലെ ബുദ്ധിജീവികളും ഇമാമുകളും സമ്മതിക്കുന്നു. വലാ യദ്ഫഊനഹു, അവർ തള്ളുന്നില്ല. വയഅ്തരിഫൂന, അവർ സമ്മതിക്കുന്നു. ബിഅന്ന ഇലാജഹു, അതിനെ ചികിത്സിക്കേണ്ടത് ബിമുഖാബലത്തിൽ അർവാഹി ശരീഫത്തിൽ ഖയ്യറത്തിൽ ഉൽവിയ ലിതിൽകൽ അർവാഹി ശരീരത്തിൽ ഖബീസ, ഈ ദുഷ്ടാത്മാക്കളോട് വിരുദ്ധമായ ഉന്നതാത്മാക്കളുടെയും മഹാത്മാക്കളുടെയും അർവാഹുമായി ബന്ധപ്പെട്ട് മഹാത്മാക്കളെ ഇടപെടുത്തിക്കൊണ്ടാണ് ഈ ദുഷ്ടാത്മാക്കളെ പുറത്തു കളയേണ്ടതും ഈ ബാധ ഒഴിപ്പിക്കേണ്ടതും എന്ന്. ഈ നല്ല ആത്മാക്കൾ ചെല്ലുകയും അവ ഈ ദുഷ്ടാത്മാക്കളെ പുറത്താക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. ഹിപ്പോക്രാറ്റ് പോലും ഇതിനെ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില കിതാബിൽ. എന്നിട്ട് ഇങ്ങനെ ബാധ ഏൽക്കുന്നതിന്റെ ചികിത്സ പറയുന്നു. ഇത്രയും വിശദീകരിച്ച ശേഷം ഇവർ പറയുന്നു, وأما جهلة الأطباء وسقطهم وسفلتهم ومن يعتقد بالزندقة فضيلة فأولئك ينكرون صرع الأرواح. വൈദ്യന്മാരുടെ ഈ ചികിത്സ ഹാദാ ഇന്നമാ യൻഫഉ മിന സുർഇല്ലദീ സബബുഹുൽ അഖ്ലാഖു വൽ മാദ്ദ, ഹിപ്പോക്രാറ്റ് പറഞ്ഞ ബാധയേറ്റവർക്കുള്ള ചികിത്സ, ഇടയ്ക്ക് വീഴുന്ന അപസ്മാര രോഗത്തിന്റെ ചികിത്സ, പിത്തവാദ കഫാദികൾ ദുഷിച്ചിട്ടോ മൂത്രമോ രക്തമോ തലച്ചോറി കയറിയിട്ടോ ഉള്ള രോഗമാണെങ്കിൽ ശരിയാകും, ഫലപ്പെടും. പിശാചുകളാദി ദുഷ്ടാത്മാക്കളിൽ നിന്ന് വരുന്ന വീഴ്ചയാണെങ്കിലോ ഈ ചികിത്സ ഫലപ്പെടൂല. താണ വൈദ്യന്മാർ, വിവരദോഷികളായ വൈദ്യന്മാർ, ഡോക്ടർമാർ, മതനിഷേധം മികവായി എണ്ണുന്ന നിഷേധികൾ, ഫൗലായിക്കയും ആത്മാക്കളുടെ ഈ ബാധയെ നിഷേധിക്കുന്നു. അവർ സമ്മതിക്കൂല ബാധയേറ്റവന്റെ ശരീരത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തും എന്നത് അവർ സമ്മതിക്കൂല. വിവരക്കേട് മാത്രമാണ് അവർക്ക് ഒപ്പമുള്ളത്. ഇത്തരം ദുഷ്ടാത്മാക്കളെ ചികിത്സിക്കുമെന്നതും അവർ രോഗമുണ്ടാക്കുമെന്നതും ശരിക്കുള്ള വൈദ്യശാസ്ത്രത്തിൽ നിഷേധിക്കപ്പെടേണ്ട പരമാർത്ഥമല്ല, അത് ശരിക്കും ന്യായമുള്ളതാണ് എന്ന് വിവരിച്ചിട്ട് അദ്ദേഹം വിവരിക്കുന്നു. രണ്ടു തരത്തിലാണ് ഈ തരത്തിലുള്ള പിശാചുബാധ, ഭൂതബാധ ചികിത്സിക്കുക. അംദിൻ ജിഹത്തിൽ മസ്റൂഇ, ഒന്ന് ബാധ ഏറ്റവന്റെ വഴിക്ക് വരണം. അംദിൻ ജിഹത്തിൽ മുആലിജി, മറ്റൊന്ന് ചികിത്സകന്റെ വഴിക്ക്. രണ്ടു ചികിത്സ ഇബ്നുൽ ഖയ്യിം പഠിപ്പിക്കാം. ഒന്ന് ബാധയേറ്റവൻ എങ്ങനെ ചികിത്സിക്കും? മനസ്സ് നന്നാക്കി വലുപ്പം വെച്ച് അതിനോട് എതിരിടാൻ പറ്റുന്ന വിധം തന്റെ മനഃശക്തി ഉഷാറാക്കി റെഡിയാക്കിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കുക, ഒരു ചികിത്സ. രണ്ടാമത്തെ ചികിത്സ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത് ഇതിനപ്പുറമുള്ള ചികിത്സകന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, വസാനി മിൻ ജിഹത്തിൽ മുആലിജി,
ബിഅൻ യകൂന ഫീഹി ഹാദാനിൽ അംറാനി അയ്ളൻ ഹത്താ ഇന്നൽ മിനൽ മുആലിജീന മൻ യക്തഫി ബിഖൗലിഹി. ചികിത്സകരിൽ നിന്ന് ആത്മാവിന്റെ ഉന്നതാത്മീയ ശക്തി ഇറക്കിയിട്ട് ആ ഉന്നതാത്മീയ ശക്തി കൊണ്ട് അയാൾ പറയാം, ഉഖ്റുജ് മിൻഹു, ഈ ബാധയേറ്റവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോ. ഔ യഖൂലു ബിസ്മില്ലാ, അള്ളാന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തു പോവും. ഔ യഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പടച്ചോനല്ലാതെ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞാലും പുറത്തു പോകും. വന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഉഖ്റുജ് അദുവല്ലാഹ് അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതരാണ്, നീ അല്ലാഹുവിന്റെ ശത്രുവാണ്, പുറത്തു പോടോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പിശാചിനെ ഇളക്കാറുണ്ട്. ഇത് ബുഖാരി ഇമാം അഹ്മദ് നിവേദനം ചെയ്ത ഹദീസും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ സമർത്ഥിക്കുന്നു. ശേഷം പറയുന്നു, വശാഹത്തു ശൈഖനാ, നമ്മളെ ഗുരു ഇബ്നു തീമിയ, ഇബ്നുൽ ഖയ്യിം പറയാ, നമ്മുടെ ഗുരു ഇബ്നു തീമിയയെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിൽ കണ്ടിട്ടുണ്ട്. യുർസിലു, അദ്ദേഹം അയക്കും, ഇലൽ മസ്റൂഇ, ദുഷ്ടാത്മാക്കളും പിശാചിന്റെ ആത്മാക്കളും രോഗം വരുത്തിയ രോഗിയിലേക്ക്. മൻ യുഖാതിബു റൂഹല്ലതീ ഫീഹി, അയാളിൽ കാറിക്കൂടിയ ദുഷ്ടാത്മാവിനോട് സംബോധന ചെയ്യുന്ന ആളെ പറഞ്ഞയക്കും. വയഖൂലു, അയാളോട് നിർദ്ദേശിക്കും, ഖാല ലഹു ശൈഖ്, ഖാല ലക ശൈഖ് ഉഖ്റുജി ഫഇന്ന ഹാദാ ലാ യഹില്ലു ലകി, ഇത് നിനക്ക് ഹലാലല്ല ഒരു വിശ്വാസിയുടെ മേത്ത് കയറല്, അതുകൊണ്ട് പുറത്തു പോയെന്ന് എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നു എന്ന് പോയി പറഞ്ഞാ മതി. ആര്? ഇബ്നു തൈമിയ പറയാ, എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നു പുറത്തു പോ, ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരാൾ ചെന്ന് പറഞ്ഞാൽ ഫയുഫീഖുൽ മസ്റൂഉ, ബാധയേറ്റവൻ കാണാ പിശാച് പോയിട്ട് തെളിയണ്. വറുബ്ബമാ ഖാതബഹാ ബിനഫ്സിഹി, ചിലപ്പോ സ്വന്തം നേരിട്ടു തന്നെ എന്റെ ഗുരു അഭിസംബോധന ചെയ്യും. വറുബ്ബമാ കാനത്തിർ റൂഹു മാരിദതൻ, ചിലപ്പോൾ വഴങ്ങാതെ പോകൂലാന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഈ ദുഷ്ടാത്മാക്കളും പിശാചും ശരീരത്തിൽ ഊക്കുകാട്ടും. ഫയുഖ്രിജുഹാ ബിൽളർബി, അടിച്ചുകൊണ്ട് അപ്പോൾ എന്റെ ഷെയ്ഖ് അയാളെ പുറത്താക്കും. പിശാച് ബാധിച്ചവന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പുറത്താക്കും എന്റെ ഗുരു ഇബ്നു തീമിയ. ഫയുഫീഖുൽ മസ്റൂഉ, എന്നിട്ട് ഈ ബാധയേറ്റയാൾ തെളിയും. വലാ യുഹിസ്സു ബി അലം, അടിച്ച വേദനയെ അയാൾ അറിയുകയുമില്ല. ഇത് ഞാൻ നേരിൽ അനുഭവിച്ചതാണ്. വഖദ് ഷാഹദ്നാ, ഞങ്ങൾ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. നഹ്നു, ഞങ്ങളൊക്കെയും, വഗൈറുന, ഞങ്ങളല്ലാത്തവരും, മിൻഹു, ഗുരുവര്യരിൽ നിന്ന്, ദാലിക, ഇങ്ങനെ ഇറക്കുന്നത്, മിറാറാ, പലതവണ കണ്ടിട്ടുണ്ട്. വകാന യസീ കസീറൻ മാ യഖറഉ ഫീ ഉദ്നിൽ മസ്റൂഅ്, ചിലപ്പോ പിശാച് ബാധയേറ്റവന്റെ കാതിൽ ഞങ്ങൾ ഗുരുവര്യൻ ഓതും, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അൽ മൂമിനൂന സൂറത്തിൽ 115 ആയത്ത് ഓതും. എന്താ സാരം? നിങ്ങളൊന്നും വെറുതെ പഠിച്ചതല്ല, നിങ്ങളും നമ്മളടുത്തേക്ക് മടങ്ങും എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് ചിലപ്പോ പിശാചിറക്കും. എന്നിട്ടൊരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നു, വഹദ്ദസനി അന്നഹു ഖറഅഹാ മർറതൻ ഫീ ഉദ്നിൽ മസ്റൂഇ, എന്റെ ഗുരു നേരിട്ട് ഇബ്നു തീമിയ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്നഹു ഖറഅഹാ, ഈ ആയത്തൊരിക്കൽ അദ്ദേഹം ഓതിയത്രേ, മർറതൻ, ഒരു വട്ടം, ഫീ ഉദ്നിൽ മസ്റൂഇ, പിശാച് ബാധയേറ്റവന്റെ കാതിൽ ഊതി പറഞ്ഞു. ഫഖാലത്തിർ റൂഹു, അപ്പ ഇതിന്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു, നാം, നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ പഠിച്ചതാണോ, മടങ്ങി നമ്മളെത്തേക്ക് വരൂലാന്നാണോ എന്നാണ് ആയത്തിന്റെ സാരം. നാം, അങ്ങനെ വിചാരിക്കണ്, എന്താ പോവൂലാം, ഈ പിശാച് പറഞ്ഞു. വമദ്ദബിഹാ സൗതഹു, നാം എന്ന് പറഞ്ഞു. നാം എന്നല്ല, നാം, പോവൂലോ എന്ന് പറഞ്ഞു. കാല, ഗുരു പറയുന്നു, ഫഅഖൽതു ലഹു അസൻ, അപ്പൊ ഞാനൊരു വടി അങ്ങെടുത്തു. വളറബതുഹു ബിഹാ, ആ വടി കൊണ്ട് ഈ പിശാചിനെ രോഗിയെ അടിച്ചു. ആരാ പറയുന്നത്? ഇബ്നു തീമിയ. ഔദ്യോഗിക വിഭാഗം മുജാഹിദിന്റെ നേതാക്കളും അവരുടെ ജംഇയ്യത്തുൽ ഉലമായുടെ, കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഐക്യകണ്ഠേന പുറത്തിറക്കിയ പുസ്തകക്കാരും വൃദ്ധ മുസ്ലിംമാരും മൗലവിമാരും ആലോചിക്കണം. ഇബ്നു തീമിയ പറയുന്നു, ഞാൻ അവനെ അടിച്ചു. വളറബതുഹു ബിഹാ, ഈ വടി കൊണ്ടടിച്ചു.
ഫീ ഉറൂഖി ഉനുഖിഹി, ഇവന്റെ കഴുത്തിലെ ഞരമ്പുകളിൽ ആഞ്ഞു തച്ചു. ഹത്താ കല്ലത്ത് യദായ മിനൽ ളർബി, അടിച്ചിട്ട് രണ്ട് കയ്യും കുഴഞ്ഞുപോയി. എന്റെ രണ്ട് കയ്യും കുഴയോളം അടിച്ചു. അടിച്ചിട്ടോ വലം യശുക്കൽ ഹാദിറൂന അന്നഹു യമൂതു ലിദാലിക്കൽ ളർബി, ഈ അടി കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു ഈ രോഗി മരിച്ചുട്ടോ, ഈ രോഗി മരിച്ചുട്ടോ എന്ന് എല്ലാവരും പറഞ്ഞു. ഒരു കുട്ടിക്കും സംശയമല്ല. ഫഫീ അസ്നാഇൽ ളർബി, പക്ഷെ ആ അടിക്കിടയിൽ കാലത്ത് ഇതിന്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു അന ഉഹിബ്ബുഹു, ഇയാളോട് എനിക്ക് ഇഷ്ടാണ് എന്ന്. ഈ രോഗിന്റെ മേത്ത് ഞാൻ കേറിക്കൂടാൻ കാരണം ഇയാളോട് എനിക്ക് ഇഷ്ടാണ് എന്ന് കുറെ അടി കൊണ്ടപ്പോ ഈ പിശാച് പറഞ്ഞു. ഫഖുൽതു ലഹാ, അപ്പൊ ഞാൻ പിശാചിനോട് പറഞ്ഞു ഹുവ ലാ യുഹിബ്ബുകി, നിനക്ക് ഇഷ്ടായിട്ട് വലല്ലോ, ഈ രോഗി അന്നെ ഇഷ്ടപ്പെടുന്നില്ല, പോ എന്ന് ഞാൻ പറഞ്ഞു. കാലത്ത് പറഞ്ഞു അന ഉരീദു അൻ അഹുജ്ജ ബിഹി, ഞാൻ ഇവനെ ഹജ്ജിന് കൊണ്ടേക്കോളേ, ഞാൻ അവനെ ഹജ്ജിന് കൊണ്ടേക്കോളേ എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹാ ഹുവ ലാ യുരീദു അൻ യഹുജ്ജ മാക്കി, നിന്റെ കൂടെ ഹജ്ജിന് വരാൻ ഇയാൾ ഉദ്ദേശിക്കുന്നില്ല, പോന്ന് പറഞ്ഞു. കാലത്ത് അപ്പൊ ഈ ദുഷ്ടാത്മാവ് പിശാച് പറഞ്ഞു അന അദഉഹു കറാമത്തല്ലക, എന്നാൽ നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാം. ഓക്കെ, നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാന്ന് ഇബ്നു തീമിയോട് പിശാച് പറഞ്ഞു. കാല, അദ്ദേഹം പറയുന്നു അന്നേരം ഞാൻ ചതിയിൽപ്പെട്ടില്ല. എന്താ നിങ്ങളെ മാനിച്ചുകൊണ്ട് പോയിക്കോളാന്ന് പറഞ്ഞാല് ഞാനൊരു വലിയ ആളാണ് തോന്നിയിട്ടെങ്ങാനും ഞാൻ അവനോട് ആയിക്കോട്ടെന്നാല് എന്ന് പറഞ്ഞാൽ ആ കിബിറ് മുതലെടുത്തിട്ട് പിശാച് എന്നെ കീഴടക്കൂന്ന് എനിക്കറിയാം. അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല, എന്നെ മാനിച്ചിട്ട് പോണ്ട, വലാക്കിൻ ത്വാഅത്തൻ ലില്ലാഹി വ റസൂലിഹി, അല്ലാഹും റസൂലിനും വഴിപ്പെട്ടിട്ട് പോണം, അല്ലാഹും റസൂലിനും വഴിപ്പെട്ടിട്ട് പോണമെന്ന് പറഞ്ഞു. കാലത്ത് അപ്പ പറഞ്ഞു ഫാനാ ഖുറുജു മിൻഹു, എന്നാ ഞാൻ പോയിക്കോളാം. കാല ഇബ്നു തീമിയ പറയുന്നു ഫഖഅദൽ മസ്റൂഉ, ഈ ബാധ ഏറ്റവൻ നീച്ചുത്തിരുന്നു. യൽതഫിതു യമീനം വ ശിമാല, വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ നോക്കണ്. കാല എന്നിട്ട് ഇയാൾ ചോദിക്കണ് ഗുരുവര്യനെ മുന്നിൽ കണ്ടിട്ട് മാ ജാഅ ബി ഇലാ ഹളറത്തി ശൈഖി, ഈ മഹാഗുരു ഇബ്നു തീമിയയുടെ മുന്നിലേക്ക് ആരാ എന്നെ കൊണ്ടെന്ന്. ഖാലു ലഹു, കൂടെ കൊണ്ടുവന്നവരൊക്കെ പറഞ്ഞു ഖാലു ലഹു, ഇദ്ദേഹത്തോട് പറഞ്ഞു വഹാദൽ ളർബു കുല്ലു, ഈ അടി മുഴുവനും കൂടി കൊണ്ടിട്ട് അറിഞ്ഞില്ലേ, ഈ അടി മുഴുവനും കൂടി കൊണ്ടിട്ട് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഫഖാല വയലാ അയ്യി ശൈഇൻ യുദ്രിബുനി ശൈഖു വലം ഉദ്നിബ്, ഞാനൊരു തെറ്റും ദോഷവും ചെയ്യാതെ പാപം ചെയ്യാതെ ഈ മഹാഗുരു എന്തിനാണ് എന്നെ തല്ലുന്നത്, എന്നെ തല്ലിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വലം യശ്ഉർ, പാവം ഈ രോഗി അറിഞ്ഞില്ല ബി അന്നഹു വഖഅ ബിഹി ളർബുൻ അൽബത്ത, ഒറ്റ അടിയും സംഭവിച്ചതായി അറിഞ്ഞില്ല. ഇത് ഇബ്നു തീമിയ എന്ന ഗുരു താൻ ശൈത്താൻ ഇളക്കിയിട്ട് അവസാനം പുറത്തുപോയ കഥ എന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് ഇബ്നുൽ ഖയ്യിം, ഹാഫിദ് ഇബ്നുൽ ഖയ്യിം, ഹാഫിദ് ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നുൽ ഖയ്യിം ഇമാം ഇബ്നു തീമിയയെ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ അത്തിബുൻ നബവിയ പേജ് 68, 67, 69 പേജുകളിലൂടെ നീണ്ടു പറയാ. വഖാന യുആലിജു ബി ആയത്തുൽ കുർസി, ചിലപ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് ഗുരു ചികിത്സിക്കാറുണ്ട്. വഖാന യഉമുറു ബി കസറത്തി ഖിറാഅത്തിൽ മസ്റൂഅ വമൻ യുആലിജുഹു ബിഹാ, ചികിത്സിക്കുന്നവരോടും രോഗിയോടും ചിലപ്പോൾ ഇത് ഓതിയിട്ട് മന്ത്രിക്കാൻ പറയാറുണ്ട് എന്ന് ഇബ്നു തീമിയയെ പ്രതി ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ വഹാബികളുടെ ആശയ സ്രോതസ്സുകൾ രണ്ടുപേരും. ഹിജറ 8-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മഹാത്മാക്കളോട് ദുആ ചെയ്യാൻ പാടില്ല, ഇസ്തിവാസ പാടില്ല എന്നും പറഞ്ഞിട്ട് ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ ശിർക്കാക്കുന്ന ആരോപണം ലോകത്താദ്യമായി ഹിജറ 701 മുതൽക്ക് പറയാൻ തുടങ്ങിയത് ആരാണ്? ഇബ്നു തീമിയ. ഇബ്നു തീമിയ ആ പണ്ടാരം പിടിച്ച വാദമാണ് നിങ്ങൾ ഇത്രയും കാലം ഉദ്ധരിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ച വാദമാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ആ ഇബ്നുൽ ഖയ്യിമും ഇബ്നു തീമിയയും പിശാച് ശരീരത്തിൽ നിന്ന് അടിച്ചിറക്കിയിരുന്നു, ഞരമ്പ് പൊട്ടുവോളം അടിച്ചിരുന്നു, രോഗി മരിച്ചു എന്ന ആളുകൾ പറയുവോളം അടിച്ചിരുന്നു, അടിച്ചിട്ട് ഇറങ്ങിനു പോയിനു എന്നോര് പറയുന്നു. കള്ളമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവരെ പരീക്ഷിച്ചറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവരെ മഹത്വപ്പെടുത്താറുമില്ല. പക്ഷെ ഈ രണ്ടാളുകളും ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും വഹാബികൾക്ക് കളയാൻ പറ്റൂല. വഹാബികളെ ഒരു ബുക്കിലെങ്കിലും ഇയാളെ പേര് പറയാതെ അവർക്ക് അവസാനിപ്പിക്കാനും കഴിയില്ല. ഒരു വഹാബി ചരിത്രത്തിലും ഇദ്ദേഹത്തെ പരാമർശിക്കാതെ അവരുടെ തൗഹീദ് പ്രചരിപ്പിക്കാൻ പറ്റില്ല.
തൗഹീദ് തങ്ങൾക്ക് പഠിപ്പിച്ചു എന്ന ഇബ്നു തൈമിയയും ഇബ്നുൽ ഖയ്യിമും ജിന്ന് ശരീരത്തിൽ കൂടിയിട്ടുള്ളതും അതിനെ അടിച്ചിറക്കി ചികിത്സിക്കുന്നതും പുറത്തു പോകുന്ന കഴിവുള്ളവൻ പറയുമ്പോൾ പോകുന്നതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെയാ സുന്നികൾ പണ്ടേ പറയുന്നത്, ഇന്നും പറയുന്നത്. ഇന്നും എന്നും സുന്നികൾ പറഞ്ഞ ഈ ആശയത്തിനെതിരെ കൊഞ്ഞനം കുത്തിയവർ നിങ്ങളാണ്. ഇത് അന്ധവിശ്വാസമാണെന്ന് നാടുനീളെ പ്രചരിപ്പിച്ചവർ നിങ്ങളാണ്. അനുയായി കുഞ്ഞാടുകളെ മുഴുവൻ പഠിപ്പിച്ചത് നിങ്ങളാണ്. യുക്തിവാദികളോടൊപ്പം കൂടെ കൂടെ നടന്നത് നിങ്ങളാണ്. ജിന്നോ പിശാച്ചോ അന്ധവിശ്വാസം എന്ന് പറഞ്ഞത് നിങ്ങളാണ്. വൈദ്യുതി കൊണ്ട് ഞങ്ങൾ തുരത്തിക്കളഞ്ഞു പിശാച്ചിനെ എന്ന് പറഞ്ഞത് നിങ്ങളാണ്. നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ പ്രധാന ഭാഗം ഇതായിരുന്നു. ഇപ്പൊ ഈ നൂറ്റാണ്ട് നവോത്ഥാനം ആഘോഷിക്കുമ്പോ, നവോത്ഥാനത്തിന്റെ 90 ആഘോഷിക്കുമ്പോ ഈ ജിന്ന് നിങ്ങളെ പിടികൂടിയല്ലേ? ഈ ജിന്ന് ഇറക്കുന്നത് നിങ്ങൾ തർക്കിക്കല്ലേ? തർക്കിക്കുമ്പോഴും ഇബ്നു തൈമിയെ മുണ്ടുന്നില്ല, ഇബ്നുൽ ഖയ്യിമിനെ മുണ്ടുന്നില്ല. വല്ലാത്തൊരു അതിശയല്ലേ ആ നേതാക്കന്മാർക്ക് പറ്റിയത്? അനുയായി കുഞ്ഞാടുകൾ ഇത്ര വിഷമം വരുമ്പോഴേക്ക് മറന്നോ? എന്നിട്ട് ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിൽ പറയുന്നത് നാസുറുദ്ദീൻ അൽബാനിയും ഇബ്നു ബാസ് എന്ന് പറയുന്ന സൗദിയിലെ ഇപ്പടുത്ത് മരിച്ച പണ്ഡിതനും ഇങ്ങനെ പാടില്ല, പ്രവാചക ചര്യയിലില്ല, തെറ്റാണത്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു. ഇതാരാ പറയുന്നത്? ഇതെവിടുത്തേതാ മതം? ഈ മതമല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിച്ചത്. ഇപ്പൊ അവര് പറയുന്ന എന്താ? ഇറക്കനുമുണ്ട്, ഇറക്കാനും പറ്റും, ചികിത്സിക്കാനും പറ്റും. പക്ഷേ നമ്മൾ ചികിത്സിക്കൂല്ലോ. നമ്മൾ ചികിത്സിക്കാതെ പോകും പിന്നെ ബലൊക്കെ എടുത്താ പോകുക. അത് ചൂഷകന്മാരുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഈ ഭാഗം മാറ്റി നിർത്തണം. ഇത് സംസാരിക്കരുത്. ഒരു ലൈഫായ ഹദീസിനും വേണ്ടി ലൈഫായ ഹദീസ് അവിടെ കട്ടെ. ലൈഫായ ഹദീസിനു വേണ്ടിയുള്ള വിഷയമല്ല ഇത്. ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കേറൂലേ? കേറിയിട്ട് രോഗം ബാധിക്കൂലേ? ബാധിച്ചിട്ട് പിരാന്ത് പിടിക്കൂലേ? മനുഷ്യനെ ജിന്ന് വീഴ്ത്തൂലേ? ഇബ്നു തൈമിയ എന്ത് പറഞ്ഞു? ഇബ്നുൽ ഖയ്യിം എന്ത് പറഞ്ഞു? മിമ്പറിൽ വെച്ച് നിങ്ങൾ അനുയായികളെ പഠിപ്പിക്കണം. നിങ്ങൾ തൗഹീദ് പഠിപ്പിക്കുന്നത് ഇബ്നു തൈമിയെ ഉദ്ധരിച്ചാണ്. നിങ്ങൾ ശിർക്ക് പഠിപ്പിക്കുന്നത് ഇബ്നു തൈമിയെ ഉദ്ധരിച്ചാണ്. പിശാചിന്റെ കാര്യത്തെ പറഞ്ഞു നിങ്ങൾ മതം പഠിപ്പിക്കേണ്ടത് ഇബ്നു തൈമിയെ ഉദ്ധരിച്ചാണ്. ചികിത്സ പഠിപ്പിക്കണം, ചികിത്സിക്കുന്നതിനെ കൂട്ടണം. എന്നിട്ട് അടി ചികിത്സ ഇത് കണ്ടു പഠിച്ച് ഏതെങ്കിലും നിങ്ങളുടെ കുഞ്ഞാടുകൾ ഇപ്പൊ തുടങ്ങിയെങ്കിൽ, സൗദിയിൽ പണ്ടേ നടത്തുന്ന ചികിത്സ നിങ്ങൾ ഇവിടെ തുടങ്ങിയെങ്കിൽ അത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പുറത്താവുമെന്ന് കരുതിയിട്ട് തമ്മിൽ ഓരോന്ന് പറഞ്ഞ് ഒരു ഹദീസ്